പ്രതീക്ഷിക്കൊണ്ട് ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ, സന്തോഷത്തോടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഇന്നൊരു നല്ലൊരു ദിവസം തന്ന നല്ല യേശുവിന് നമുക്ക് ഒരുമിച്ച് നമുക്ക് നന്ദി പറയാം അല്ലേ? ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ നല്ലൊരു പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ നല്ലവനായ കർത്താവിന് നമുക്ക് ആരാധന കൊടുക്കാം, അവന് നന്ദി പറയാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. രണ്ട് കണ്ണുകളെ മടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, നല്ല സമയത്തിനായി, നല്ല രാവിലേക്കായി, നല്ല ദിവസത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. യേശുവേ അപ്പ, ഞങ്ങൾ കുറച്ച് സമയം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കാൻ, അങ്ങയുടെ ആരാധിക്കാൻ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും അങ്ങേക്ക് നന്ദി പറയുവാനായിട്ട് ഞങ്ങളായിരിക്കുന്നു. അപ്പ യേശുവേ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ആ സാഹചര്യം, ആയിരിക്കുന്ന അവസ്ഥ, പോയിക്കൊണ്ടിരിക്കുന്ന വലിയ വേദനകളെല്ലാം അങ്ങ് അറിയുന്നല്ല കർത്താവേ. ഇന്ന് ഞങ്ങൾക്കറിയാം, ഇന്നാണ് ഞങ്ങളുടെ വേദനകളുടെ അവസാന ദിവസം, ഇന്നാണ് ഞങ്ങളുടെ വിഷമങ്ങളുടെ അവസാന ദിവസം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞങ്ങളുടെ യേശു അവൻ മരിച്ചവനല്ല, അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ്, ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നവനാണ്. ആ കർത്താവ് നമുക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു നിവർത്തിച്ചത് കൊണ്ട് ഹല്ലേലൂയ, ഇന്ന് ഞാൻ രോഗത്തിൻ്റെ കീഴിൽ കിടക്കുകയില്ല, ഇന്ന് ഞാൻ ശാപത്തിൻ്റെ കീഴിലായിരിക്കുകയില്ല, ഇന്നൊരു കടഭാരത്തിനും എന്നെ മൂടാൻ കഴിയത്തില്ല. കാരണം എൻ്റെ മുമ്പിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുകളിലാണ് എൻ്റെ കർത്താവ്. ആ കർത്താവിൻ്റെ കൈവെള്ളയിലാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അവൻ ചെയ്ത ഓരോ നന്മകളെ ഓർത്തുകൊണ്ട്, അവൻ ചെയ്ത ഓരോ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. നമുക്ക് അല്പസമയം ആരാധിക്കാം. എല്ലാ വിഷമങ്ങളെയും, എല്ലാ ഭാരങ്ങളെയും, എല്ലാ പ്രയാസങ്ങളെയും ഒരു നിമിഷം മറന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ആ നല്ലവനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ചേർന്ന് ആ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ചേർന്ന് പാടിക്കേ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോ അവതാരം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാട, ആ പദമലര് താണു വീണു വന്നിച്ചിട. ആത്മനാഥന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീനാൽ വാഴണം. ആത്മനാഥന എന്നിൽ ചേരണം, എൻ മനസ്സിൽ നീനാൽ വാഴണം. അവർക്ക് കൂടി ചേർന്ന് ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോ അവതാരം പാടിടാം. ചേർന്നവർക്ക് കൂടെ പാടിക്കേ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോ അവതാരം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാട, ആ പരമലര് താണു വീണു വന്നിച്ചിട. ആത്മനാഥന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീനാൽ വാഴണം. ആത്മനാഥന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീനാൽ വാഴണം. സ്നേഹനാഥൻ ഒരു ബലിയായി ഇനി നിന്നിൽ ഞാനും
ജീവിക്കുന്നേ പ്രിയനെല്ലാമായി സമർപ്പിക്കുന്നു. പ്രിയനായി എന്നെ സ്വീകരിക്കൂ. ആശിയും അതിനാദരം നീ മാത്രമീശോ മശിഹായേ. അവകാശിയും അതിനാദരം നീ മാത്രമീശോ മശിഹാ. ചേർന്ന് സന്തോഷത്തോടെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവതാരം പാടിടാം. ആ പൂജിതമായ രക്ഷാനാമം വാഴ്ത്തിപ്പാട. ആ പദമലരിൽ താണുവീണു വന്നിച്ചിട. ആത്മനാഥൻ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീരാൽ വാഴണം. ആത്മനാഥൻ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീരാൽ വാഴണം. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും. യേശു മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൽ യോഗ്യൻ. വാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൽ യോഗ്യൻ. മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും. യേശു മാത്രമേ. എന്റെ കോട്ടയും യേശു മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുത്യന്തനാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുത്യന്തനാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൽ യോഗ്യൻ. വാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാ മഹത്വത്തിൽ യോഗ്യൻ. മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ
യേശു മാത്രമേ. ചേർന്ന് പാടിക്കേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും, യേശു മാത്രമേ. ഒരിക്കൽ കൂടി ചേർന്ന് യേശുനാഥ നീ എൻ ദൈവം. വായികളെ തുറന്ന് പാടിക്കേ. യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും, യേശു മാത്രമേ. എന്റെ കോട്ടയും മാത്രമേ, എന്റെ കോട്ടയും യേശു മാത്രമേ, എന്റെ കോട്ടയും യേശു മാത്രമേ. ആ രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും, യേശു മാത്രമേ. എന്റെ കോട്ടയും യേശു മാത്രമേ. എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ കോട്ട എന്റെ യേശു മാത്രമാണ്? ഹല്ലേലൂയ. എന്റെ എല്ലാം എന്റെ യേശു മാത്രമാണ്. എന്റെ ജീവനാണ് എന്റെ യേശു, എന്റെ പ്രാണനാണ് എന്റെ യേശു. ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ ഉയർത്തി അല്പസമയം ഒന്ന് കർത്താവിന് ആരാധന കൊടുത്ത് വായികളെ തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന എന്നൊരു വെട്ടി ഒന്ന് ഹല്ലേലൂയ. അല്പസമയം എല്ലാം മറന്ന് ആ കർത്താവിന് ആരാധന കൊടുത്ത് അവൻ ചെയ്ത നന്മകളെ ഓർത്ത് എന്നെ കാത്തു പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് അല്പസമയം രണ്ട് കരങ്ങളെ തട്ടി സന്തോഷത്തോടെ അവന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമുക്ക് ആരാധിക്കാം, യേശുവിൻ നന്മകൾ ഘോഷിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, യേശുവിൻ നന്മകൾ ഘോഷിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ Hallelujah, 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 hallelujah. ആത്മാവിൻ നൽവരമോ എന്നിൽ നിറച്ചുവല്ലോ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നുവല്ലോ. ആത്മാവിൻ നൽബലമോ എന്നിൽ നിറച്ചുവല്ലോ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നുവല്ലോ. ആത്മനദിയിൽ നിത്യം ദ്രവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണ സമർപ്പിക്കുന്നു. ആത്മനദിയിൽ നിത്യം ദ്രവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
അടയ്ക്കുവാനാര്? നീ അടച്ചാൽ അത് തുറക്കുവാനാര്? നീ തുറന്നാൽ അത് അടയ്ക്കുവാനാര്? നീ അടച്ചാൽ അത് തുറക്കുവാനാര്? 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് 7 രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിനടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 പൊന്നില വിളക്കുകൾ അതിനടുവിൽ എഴുന്നള്ളി വന്നോനെ. ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. മറിയിടുമേ സഭ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. മറിയിടുമേ സഭ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു 7 രാജാമുടി ശിരസതിൽ ധരിച്ചു 7 പൊന്നില വിളക്കുകൾ അതിനടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 പൊന്നില വിളക്കുകൾ അതിനടുവിൽ എഴുന്നള്ളി വന്നോ. ദാവീദ് ഗോത്രത്തിൻ സിംഹം, ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ. ദാവീദിൻ താക്കോൽ കയ്യിലുള്ളോരെ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ. ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ. നീ അടച്ചാൽ അത് തുറക്കുവാനാര്? നീ തുറന്നാൽ അത് അടയ്ക്കുവാനാര്? നീ തുറന്നാൽ അത് അടയ്ക്കുവാനാര്? നീ അടച്ചാൽ അത് തുറക്കുവാനാര്? 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു രാജാമുടി ശിരസതിൽ ധരിച്ചു 7 പൊന്നില വിളക്കുകൾ അതിനടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 പൊന്നില വിളക്കുകൾ അതിനടുവിൽ എഴുന്നള്ളി വന്ന മുൾമുടി ചൂടിയ ശിരസതിലെന്നാൽ പൊന്മുടി ചൂടി ഞാൻ എഴുന്നള്ളി വരുമേ. മുൾമുടി ചൂടിയ ശിരസതിലെന്നാൽ പൊന്മുടി ചൂടി ഞാൻ എഴുന്നള്ളി വരുമേ. പക്ഷകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും നാഥന്റെ വരവിൽ. പക്ഷകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും നാഥന്റെ വരവിൽ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു 7 രാജാമുടി ശിരസതിൽ ധരിച്ചു 7 പൊന്നില വിളക്കുകൾ അതിനടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 പൊന്നില വിളക്കുകൾ അതിനടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 പൊന്നില വിളക്കുകൾ അതിനടുവിൽ. അതിക്രൂരമായി ദുഷ്ടരാൽ നിന്ദിതരായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. ക്രൂശിൽ യാഗമായി സ്വന്തം ജീവനേകി നമ്മെ വീണ്ടെടുത്തോനാകയാൽ ഇരു കരങ്ങളെ ഉയർത്തി ചേർത്തടിച്ചുകൊണ്ട് ശക്തിയോടെ പാടാം. എന്റെ ദൈവമേ, അതിക്രൂരമായി ദുഷ്ടരാൽ നിന്ദിതരായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. അതിക്രൂരമായി ദുഷ്ടരാൽ നിന്ദിതരായി ഏറ്റവും ഹീനമായി തന്മേനി അതിക്രൂരമായി ദുഷ്ടരാൽ നിന്ദിതരായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. അതിക്രൂരമായി ദുഷ്ടരാൽ നിന്ദിതരായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. അതിക്രൂരമായി ദുഷ്ടരാൽ നിന്ദിതരായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. ക്രൂശിൽ യാഗമായി സ്വന്തം ജീവനേകി എന്നെ വീണ്ടെടുത്തോനാകയാൽ. ക്രൂശിൽ യാഗമായി സ്വന്തം ജീവനേകി എന്നെ വീണ്ടെടുത്തോനാകയാൽ. ഓ എത്ര മഹോന്നതൻ എൻ പ്രിയനേശുപരൻ. ഭൂമിയിൽ ഇതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ. ഭൂമിയിൽ ഇതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ. അതിക്രൂരമായി ദുഷ്ടരാൽ നിന്ദിതനായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. അതിക്രൂരമായി ദുഷ്ടരാൽ നിന്ദിതനായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. ക്രൂശിൽ യാഗമായി സ്വന്തം ജീവനേകി എന്നെ വീണ്ടെടുത്തോനാകയാൽ. ക്രൂശിൽ യാഗമായി സ്വന്തം ജീവനേകി എന്നെ വീണ്ടെടുത്തോനാകയാൽ. എത്ര മഹോന്നതൻ, എത്ര മഹോന്നതൻ, എത്ര മഹോജ്വലൻ എൻ പ്രിയനേശുപരൻ. ഓ ഈ ഭൂമിയിൽ ഇതുപോലൊരു നാമം
ചൊല്ലാൻ? ഈ ഭൂമിയിലുണ്ടോ ഇതുപോലൊരു നാമം ചൊല്ലാൻ? ഒരു നാമവും ചൊല്ലുവാൻ എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ല. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ല. ഓ, എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. കുരിശിൽ യാഗമായി സ്വന്തം ജീവനേകി എന്നെ വീണ്ടെടുത്തോനാകയാ. കുരിശിൽ യാഗമായി മയങ്ങുകയുമില്ല, എന്നെ ഉള്ള കയ്യിൽ താങ്ങിടുന്നു. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ള കയ്യിൽ താങ്ങിടുന്നു. മയങ്ങുകയുമില്ല, എന്നെ ഉള്ള കയ്യിൽ താങ്ങിടുന്നു. എത്ര മഹോന്നതൻ, എത്ര മഹോന്നതൻ, എത്ര മഹോന്നതൻ എൻ പ്രിയനേശു പറയുന്നു. ഭൂമിയിൽ ഇതുപോൽ അത്ര മഹോന്നതനാ. ഭൂമിയിൽ ഇതുപോലൊരു നാമം ചൊല്ലുവാൻ. ഒരിക്കൽ കൂടെ എന്നെ കരുതുന്നവൻ, എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. ഉറച്ചോ 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 ഉറച്ചു പാടിയോ. നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ല. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ല. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ല. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. എന്നെ കരുതിയവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. എന്നെ കരുതിയവൻ, എന്നെ നടത്തിയവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. എന്നെ കരുതിയവൻ, എന്നെ നടത്തിയവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. എന്നെ കരുതിയവൻ, എന്നെ നടത്തിയവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. പിതാവിന്റെ സ്നേഹത്തിന്റെ ശക്തി, പുത്രന്റെ കൃപയുടെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അഭിഷേകമായിട്ട് ഓരോ വീടുകളിലേക്ക്. ഹല്ലേലൂയ. ഈ ലൈവിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്ക് ഒരു പുതിയ അനുഭവമായി മാറട്ടെ. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, വലം കൈ പിടിച്ചിരിക്കുന്ന കർത്താവിനെ ഓ കണ്ടോണ്ട് എന്നെ നടത്തുന്നവൻ, ഇടയനവൻ കൈവിടുകില്ലവൻ. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. Thank you, Lord. Thank you, Lord. എന്നെ കരുതുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാത്ത കർത്താവിനെ ഒന്ന് കണ്ടോണ്ട് കരങ്ങളെ ചേർത്തടിച്ച് എത്ര മഹോന്നതൻ, എത്ര മഹോജ്വലൻ എൻ പ്രിയൻ യേശുനാഥൻ. ഭൂമിയിലില്ല ഇതുപോലൊരു നാമം ചൊല്ലാൻ. അത്ര മഹോന്നതമാ. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടുന്നു. എത്ര മഹോന്നതൻ, എത്ര മഹോന്നതൻ എൻ പ്രിയൻ യേശു പറയുന്നു. ഭൂമിയിൽ ഇതുപോൽ ഒരു നാമം ചൊല്ലുവാൻ. അത്ര മഹോന്നതൻ. ഭൂമിയിൽ ഇതുപോൽ ഒരു നാമം. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. യേശുവേ ഹല്ലേലൂയ. എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. എന്നെ നടത്തിയവൻ, എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, മയങ്ങുകയുമില്ല, എന്നെ ഉള്ള കയ്യിൽ താങ്ങിടുന്നു. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ള കയ്യിൽ താങ്ങിടുന്നു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ളംകൈയിൽ താങ്ങിയിടുന്നവൻ. ഒരു സംശയമില്ലാതെ ഈ പ്രഭാതത്തിൽ ഉറച്ചു പറയാൻ കഴിയട്ടെ, മയങ്ങാതെ ഉറങ്ങാതെ എന്നെ അവിടുത്തെ ഉള്ളം കരത്തിൽ മറച്ചു പിടിച്ചിരിക്കുന്ന കർത്താവിന്റെ അഭിഷേകത്തിനകത്താണ് ഞാൻ ഉള്ളത് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി ചില നിമിഷങ്ങൾ സ്തുതിക്കുവാൻ തുടങ്ങാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവിടുത്തെ തേജസ് പ്രിയപുത്രന്റെ പിതാവിന്റെ തേജസ്സായി ഏകജാതനായവന്റെയും തേജസ്സായി കണ്ടു. പ്രിയപുത്ര, അങ്ങയുടെ തേജസ്സിനെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുന്നതിനായിട്ട് നന്ദി. പിതാവിന്റെ തേജസ് പുത്രനിൽ പ്രതിഫലിച്ചത്, പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെട്ടത് ഇന്ന് ആഴമായി മനസ്സിലാക്കുവാൻ എല്ലാ ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കണമേ. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്കുള്ള വിശേഷമായ പ്രതിഷ്ഠയായി ഈ ഞായറാഴ്ച ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വ്യഥയിലൂടെ വേദനയിലൂടെ കടന്നുപോയപ്പം പരിശുദ്ധ അമ്മയെ പിടിച്ചു നിർത്തിയത് അമ്മയുടെ മേൽ വന്ന വിലപ്പെട്ട കൃപയായിരുന്നുവെന്നും ആ കൃപ വഴി സകല മാനവരാശിക്ക് വേണ്ടിയും തുടർമാനമായി അപേക്ഷിക്കുവാൻ കഴിയുന്ന വലിയ ദൈവത്തോടുള്ള സഹവർത്തിത്വവും ദൈവത്തോടുള്ള സ്നേഹത്തിലും ആഴത്തിൽ വേരുറയ്ക്കപ്പെട്ട വിശ്വാസത്തിന്റെ ധൈര്യം ഞങ്ങളിൽ പകരുമാറാകണമേ. രക്തസാക്ഷികളെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ധൈര്യം ഞങ്ങളിൽ പകരണമേ. സകല വിശുദ്ധരുമേ, ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് അപേക്ഷിക്കണമേ. സ്വർഗീയ മാലാഖമാരെ, ഈ വചനം കേൾക്കുന്ന ഓരോ വീടുകളിലേക്കും ദൈവിക കാവൽ മതിൽ തീർക്കണമേ. സന്യസ്തരുടെ സമർപ്പണാധികാരം വ്യാപിക്കട്ടെ. പുരോഹിതരുടെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് നിന്ന്, മേൽപ്പെട്ടക്കാരിൽ നിക്ഷിപ്തമാക്കിയ ദൈവിക അധികാരത്തോട് ചേർന്ന് നിന്ന് കർത്താവായ ക്രിസ്തു വഴി എല്ലാ ഹൃദയങ്ങളിലും സമാശ്വാസവും ദൈവീക വിടുതലും വ്യാപിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അത്ഭുത സൗഖ്യവും സമാധാനവും വ്യാപിച്ചിറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ഒരു ഞായറാഴ്ച കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ നൽകിയ അവസരങ്ങൾക്കായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു റീഡിംഗിലേക്ക് സഭയുടെ വായനാക്രമം വരികയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നുമുള്ള വായനകൾ ചേർന്ന് വരുമ്പോൾ ഇന്നത്തെ വായനാക്രമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ സ്നാനം എന്ന വിഷയമാണ്. അത് നമ്മളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നു, എന്താണ് അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. രണ്ട് റീഡിംഗ് ആണ്. അത് ആദ്യത്തേത് മത്തായി സുവിശേഷം അല്ലേ, മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ മത്തായി സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ആദ്യത്തെ വായന വരുന്നത്. അവിടെ നമുക്കറിയാം യേശുവിന്റെ ജ്ഞാനസ്നാനം 13 to 17 13 മുതൽ മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ആദ്യത്തെ റീഡിംഗിൽ വരുന്നത്. പിന്നീടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുന്നത്. 5-ാമത്തെ അധ്യായം, യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ ഇതിനെ എപ്പോഴും പറയുന്ന പോലെ ഹാർമണി, അതിനെ കോർത്തിണക്കി സഭ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന ചിന്തയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ആദ്യം നമ്മൾ വായിക്കുന്നത് ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ അവന്റെ അടുക്കൽ വന്നു. നിന്നാലാണ് ഞാൻ സ്നാനം ഏൽക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് യോഹന്നാൻ ചോദിച്ചു. അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുന്നത് നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവൻ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. Matthew chapter 3, 13 to 17. Then Jesus came from Galilee to John at the Jordan in order to be baptized by him. But John refused him, saying, I ought to be baptized by you, and yet you come to me. In responding, Jesus said to him, permit this for now, for in this way it is fitting for us to fulfill all justice. Then he allowed him.
And Jesus, having been baptized, ascended from the water immediately, and behold, the heavens were opened up to him. And he saw the Spirit of God descending like a dove and alighting on him. Yes. And behold, there was a voice from heaven saying, "This is He my is my beloved Son, in whom I am well pleased." Hallelujah. Hallelujah. യേശു യോർദാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ, അവിടെയാണ് അതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കി. Jesus went to Jordan to get baptized. That's a significant place. ഈശോയുടെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുകയാണ്. We see the baptism of Lord Jesus Christ here. യോർദാനിൽ നിന്നുള്ള സ്നാനം. It's from the river Jordan. എന്തുകൊണ്ടാണ് ഈ മത്തായി എന്ന സുവിശേഷകൻ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ യോർദാൻ എന്ന സ്ഥലത്തെ എംഫസൈസ് ചെയ്യുന്നത്? Why the disciple Matthew is giving so much of significance or importance to Jordan? നമുക്കറിയാം, വലിയ പഴയ നിയമ ബാക്ക്ഡ്രോപ്പിൽ നിന്നുകൊണ്ടാണ് ഈശോയെ വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്നത്. Matthew is talking to the first century Jewish people. ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദരോടാണ് മത്തായി സംസാരിക്കുന്നത്. So they knew the background of this. അവർക്ക് വ്യക്തമായിട്ട് ഈ വചനത്തിന്റെ പശ്ചാത്തലം അറിയാം. Because they knew the first exodus from which Moses took the Israelites from Egypt to Jordan. 3 പുറപ്പാടുകളുടെ ചരിത്രമാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അതിൽ ഒന്നാമത്തെ പുറപ്പാട് മിസ്രൈമിൽ നിന്ന് ചെങ്കടൽ വരെയുള്ള പ്രയാണത്തിന്റെ പുറപ്പാടാണ്. അത് മോശയുടെ നേതൃത്വത്തിലാണ് They സംഭവിച്ചത്. had to cross 2 rivers, one is the Dead Sea and right now the one the Red Sea. ആദ്യത്തേത് നമുക്കറിയാം, അവർക്ക് ചാവുകടലായിരുന്നു. പിന്നത്തേത് ചെങ്കടലായിരുന്നു. And then now come to the Jordan. ഇപ്പോഴിതാ അവർ യോർദാനിലേക്ക് വരികയാണ്. And then it was the Joshua who took the people from Jordan, crossing the river to the promised land. ചെങ്കടലിൽ നിന്ന് അവരെ നയിച്ചത് മോശ എന്ന അജയ്യനായ നേതാവായിരുന്നുവെങ്കിൽ യോർദാനിൽ നിന്ന് അവരെ നയിച്ചത് യോശുവ എന്ന ശക്തനായ ചെറുപ്പക്കാരനായിരുന്നു. And the history, the Bible says that when the Levites carrying the Ark of the Covenant, ഈ യോർദാൻ കടന്ന് കരകവിഞ്ഞൊഴുകുന്ന യോർദാനിൽ പുരോഹിതരുടെ കാലുകൾ ചവിട്ടിയപ്പോൾ യോർദാനിലെ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നുവെന്നും യോർദാൻ അവർ കര കടന്ന് അപ്പുറത്ത് ചെന്നപ്പോൾ അന്ന് അവർ ചെയ്ത കാര്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. in Joshua chapter 3 verse 14 to 7 it is described all this there. യോശുവയുടെ പുസ്തകം എടുത്ത് വായിക്കണം. 3-ാം അധ്യായത്തിന്റെ 13 മുതൽ ഉള്ള വാക്യങ്ങൾ ഇത് വിശദീകരിക്കുകയാണ്. So the first exodus ended at the Jordan. ഒന്നാമത്തെ പുറപ്പാട് യോർദാനിൽ അവസാനിക്കുന്നു, മോശയുടെ നേതൃത്വത്തിലുള്ള. And then they knew the Messiah is going to come and start the second exodus. ജോഷുവ എന്ന വാക്കിൽ നിന്നാണ് ജഹോഷുവ എന്ന വാക്കിൽ നിന്നാണ് ഈശോ എന്ന വാക്ക് വരുന്നത്. നിങ്ങൾക്കറിയാം. സോ ജോഷുവയുടെ കർത്താവിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുകയാണ്. So where the first exodus ended, ഒന്നാമത്തെ പുറപ്പാട് മോശയുടെ നേതൃത്വത്തിലുള്ളത് അവസാനിച്ച ഇടത്ത്, in the same place Jesus is standing on that. അതേ സ്ഥലത്താണ് രണ്ടാമത്തെ പുറപ്പാടിന്റെ നേതാവായി യോശുവ നിന്നതുപോലെ കർത്താവ് നിൽക്കുന്നത്. And John the Baptist was proclaiming this. സ്റ്റോണിന്റെ കാര്യം കൂടെ വിശദീകരിച്ചിട്ട് നമുക്ക് പറഞ്ഞാല്, So as soon as Joshua and all the people they came out of the water of Jordan, നമുക്കറിയാം യോർദാന്റെ കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ കടന്ന് യോശുവയും തന്നോടൊപ്പമുള്ള പുരോഹിതരും ലേവ്യരും അടങ്ങുന്ന സംഘം കടന്ന ഉടനെ they collected 12 stones describing the 12 tribes. 12 കല്ലുകളെ യോർദാനിൽ നിന്ന് എടുക്കുകയാണ്. ആ 12 കല്ലുകൾ 12 ഗോത്രങ്ങളുടെ പ്രതിനിധാനമാണ്. 12 ഗോത്രങ്ങളാണ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. And they placed there as an altar there and start worshipping. അവരവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക, ബലിപീഠം ഉണ്ടാക്കുകയാണ്. അവിടെ ആരാധനയും ആരംഭിക്കുകയാണ്. So that when the children ask why it's like that, they can say the God delivered us out of this all. ദൈവം എന്തിനാ ഈ 12 കല്ലെടുത്ത് അവിടെ 12 കല്ലെടുത്ത് മേൽ വെച്ച് ബലിപീഠം ഉണ്ടാക്കി ആരാധന നടത്തിയതെന്ന് വരും കാലത്തിലെ തലമുറ ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ പിതാക്കന്മാരുടെ ഒരു സാക്ഷ്യം മുന്നിലുണ്ടായിരുന്നു. ആ സാക്ഷ്യം മറ്റൊന്നുമല്ല, കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാനിൽ നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ ദൈവം കരകയറ്റിയതിന്റെ ഓർമ്മയാണ് ഈ ബലിപീഠം. So the first century Jewish people, they knew this prophecy which was happening. ഈ സംഭവിച്ച സംഭവവികാസങ്ങൾ എനിക്ക് നിങ്ങൾക്ക് അപരിചിതമാണ്, എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ യഹൂദനെ സംബന്ധിച്ചത് പരിചിതമാണ്. So right there where the first exodus ended, ഒന്നാമത്തെ പുറപ്പാട് അവസാനിച്ച് രണ്ടാമത്തെ പുറപ്പാട് ആരംഭിക്കുന്നത് യോർദാനിലാണ്. and Jesus is standing at the same spot. അതേ സ്ഥലത്ത്, അതേ യോർദാനിൽ 12 കല്ലുകൾ എടുത്ത് നാട്ടി നിൽക്കുന്ന, സാക്ഷ്യമായി നിൽക്കുന്ന അതേ യോർദാനിലാണ് യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. So the second exodus starts, and the kingdom of God is at hand.
ആ രണ്ടാമത്തെ നമുക്കറിയാം വാഗ്ദത്ത കനാനായിരുന്നു ജോഷുവ വാഗ്ദാനം ചെയ്ത ദൈവരാജ്യത്തിന്റെ സങ്കല്പമെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രതിപുരുഷനായ സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തു അതേ യോർദാനിൽ 12 ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് 12 സ്റ്റോൺസ് ആയിരുന്നു ജോഷുവയുടെ കാലത്ത് നാട്ടിയതെങ്കിൽ 12 ഡിസൈപ്പിൾസിനെ വിളിച്ചുകൊണ്ട് ഒരു പുതിയ എക്സോഡസ്, ഒരു പുതിയ പുറപ്പാട് ആരംഭിക്കുകയാണ്. ഇതാണ് ഇതിന്റെ പഴയ നിയമ ബാക്ക്ഡ്രോപ്പ്. So the river Jordan has got a great geographical background. ഈ യോർദാൻ നദിക്ക് വലിയ ഭൂമിശാസ്ത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. It's in the Jordan where the Old Testament prophet Elijah asked the Naaman to go and get wash himself of leprosy. ഇതാണ് നമുക്കറിയാം നയമാൻ എന്ന് പറയുന്ന കുഷ്ഠൻ രോഗി നമ്മുടെ എലീശയുടെ അടുക്കൽ വന്നപ്പോൾ ഈ യോർദാനിലാണ് പോയി മുങ്ങി, നീ 7 പ്രാവശ്യം മുങ്ങി താഴുക, അപ്പോൾ നിന്റെ കുഷ്ഠം സൗഖ്യമാകുമെന്ന് പറഞ്ഞ് എലീശ എന്ന് പറയുന്ന പ്രവാചകൻ പറഞ്ഞു വിടുന്നു. After Jesus getting baptized, വീണ്ടും അവിടെ യേശു തന്നെ അതേ യോർദാനിലേക്ക് വരികയാണ്. after his baptism, ആ സ്നാനത്തിന് ശേഷവും he started his ministry, ആ സ്നാനത്തിന് ശേഷം ഒരു പുതിയ പുറപ്പാടിന്റെ ശുശ്രൂഷ and ആരംഭിക്കുക. he went and cleansed 10 lepers. നമുക്കറിയാം ഇതേ യോർദാനിൽ സ്നാനത്തിന് ശേഷമാണ് യേശു കടന്നുപോയി കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുന്നത്. ഇതാണ് അതിന്റെ ആ കമ്പാരിസൺ. നയമാൻ യോർദാനിൽ മുങ്ങി സൗഖ്യമായി, എന്നാൽ പുറപ്പാട് ആരംഭിച്ചപ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രതിനിധിയായ കർത്താവായ യേശുക്രിസ്തു ഈ യോർദാനിൽ സ്നാനമേറ്റ ശേഷമാണ് പോയി കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നത്. Hallelujah. So the kingdom has started right from there. ദൈവരാജ്യം അവിടുന്ന് ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. So moreover, it has got another background also. ഇതിന് മറ്റൊരു ചിന്താ ശരണ കൂടി ഇതിന്റെ പുറകിലുണ്ട്. According to the Jewish culture, യഹൂദന്റെ പശ്ചാത്തലം അനുസരിച്ച് the son becomes mature at the age of 30. പ്രായപൂർത്തിയാകുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് 30ാമത്തെ വയസ്സിൽ അവൻ എത്തുമ്പോഴാണ്. So when he comes to the age of 30, 30ാമത്തെ വയസ്സിലാണ് പുരോഹിതനാകാൻ തീരുമാനിക്കുന്നത്, 30ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത്, 30ാമത്തെ വയസ്സിലാണ് നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പ്രായപൂർത്തിയുടെ പ്രായമായി യഹൂദൻ കണക്കാക്കിയിരുന്നു 30ാമത്തെ വയസ്സിൽ. ഇപ്പോഴത്തെ ഈശോ 30ാമത്തെ വയസ്സിൽ എത്തിയിരിക്കുകയാണ്. so the Jewish man will take his son to the city gates. ഈ യഹൂദന്റെ പശ്ചാത്തലം ഇത് 30 വയസ്സാകുമ്പോൾ അന്നത്തെ ആ ജന്മദിനത്തിൽ വലിയൊരു ആഘോഷമുണ്ട്. പ്രിയ മകനെയും കൊണ്ട് പ്രിയ അപ്പൻ ബഹുമാന പുരസ്സരം ആദരിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് കടന്നു പോകും. He'll call all the city elders. അവിടുത്തെ പട്ടണത്തിലെ എല്ലാ മൂപ്പന്മാരെയും ഒരുമിച്ച് കൂട്ടും. And then he'll declare, this is my son. ഈ 30ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയായ മെച്ചുറായ തന്നോടൊപ്പം വളർന്നാൽ താനെ എന്ന രൂപത്തിലിരിക്കുന്ന മകനെ നോക്കി ഈ അപ്പൻ പറയും, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. ഇത് വിളിച്ചു പറയുന്നത് പട്ടണത്തിലെ പ്രമാണികളുടെ എല്ലാം മുമ്പിൽ വെച്ച് സിറ്റി ഗേറ്റിൽ സ്ഥാനത്തിരുത്തിക്കൊണ്ടാണ്. So he becomes the heir of what the father. ആ വിളിച്ചു പറയുന്നതോടുകൂടെ ആ പട്ടണത്തിലെ പ്രമാണികളും എല്ലാവരും മനസ്സിലാക്കും, ഇന്നു മുതൽ അപ്പൻ വരേണ്ട സ്ഥാനത്ത് ഇവൻ വന്നാൽ മതി, ഇവനാകുന്നു അപ്പന്റെ അവകാശി. Exactly what happened to Jesus. Until the age of 30 years, he was with the parents. നമുക്കറിയാം 30 വയസ്സോളം ഈശോ മാതാപിതാക്കളോടൊപ്പമായിരുന്നു. And then at the age of 30 years, he went to the for the baptism. 30ാമത്തെ വയസ്സിൽ ഇതാ യോർദാനിലേക്ക് ഈശോ പ്രത്യക്ഷനാവുകയാണ്. And then when he came out of the water, വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ then the father said, this is my beloved son in whom I am well pleased. പട്ടണത്തിലെ മൂപ്പന്മാരെ വിളിച്ചു കൂട്ടി അന്നത്തെ അപ്പന്മാരെ വിളിച്ചു പറയും, എന്റെ പ്രിയപുത്രനാണ് ഇവൻ, എന്റേതിന്റെ മുഴുവൻ അവകാശിയാണ് ഇവൻ എന്നുള്ള യഹൂദ പശ്ചാത്തലം അറിയാവുന്നവരുടെ മുമ്പിൽ സാക്ഷാൽ സ്വർഗസ്ഥനായ പിതാവ് പ്രത്യക്ഷനായി ഉയരത്തിൽ നിന്ന് പ്രഖ്യാപനം നടത്തുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്. Jesus is the King of Kings. അവൻ രാജാതി രാജാവായിരുന്നു. In the Old Testament, the King David, പഴയ നിയമത്തിൽ രാജാവായ ദാവീദ്, Samuel went and anointed him with the oil, pouring over his head. ശമൂവേൽ എന്ന പ്രവാചകൻ ദാവീദിന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. ആ വെള്ള എണ്ണ ഒഴിച്ച് ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുകയാണ്. But here Jesus has been anointed by the Holy Spirit. നമുക്കറിയാം കൊമ്പിൽ കൊണ്ടുപോയി എണ്ണയൊഴിച്ചാണ് ശമൂവേല് ദാവീദിനെ അഭിഷേകം ചെയ്തതെങ്കിൽ ദാവീദ് രാജാവായിരുന്നു. എന്നാൽ രാജാക്കന്മാരിൽ രാജാവായവനെ അഭിഷേകം ചെയ്യുവാൻ പ്രാവുന്ന പോലെ പരിശുദ്ധ റൂഹ ഇറങ്ങി വരികയാണ്. That's the significance of those people. They knew this background. ഈ പശ്ചാത്തലം അറിയാവുന്നവരാണ് ഇതിന്റെ കേൾവിക്കാർ. അത് മനസ്സിലാക്കിയിട്ട് വേണം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവുകയില്ല. Hallelujah. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ യേശു വെള്ളത്തിൽ നിന്ന് കയറി പിതാവ് വിളിച്ചു പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. Jesus as he ascended off the water, the Father speaking, opening up the heaven and speaking, this is my beloved son. ചില സമയത്ത് എനിക്ക് കൺഫ്യൂഷൻ ആവും, നമ്മൾ ആരാ പ്രസംഗിക്കുന്നത്, ആരാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്.
യോർദാനിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവപുത്രനെ കണ്ടിട്ട് ഇതാ സ്വർഗത്തിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടാവുക, പിതാവിന്റെ പ്രഖ്യാപനം, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്. The Father is speaking, this is my beloved Son in whom I am well pleased. ഇവിടെ 3 കാര്യം ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ സജീവമാണ്. These 3 things you have to understand the baptism of ഒന്ന്, God. ഈശോ ഇറങ്ങി നിൽക്കുന്ന വെള്ളം. Jesus is standing on the Jordan water. 2, ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്. The Holy Spirit is descending down. 3, സ്നാനത്തിലൂടെ നടക്കുന്ന ശുദ്ധീകരണം. The purification through baptism. വെള്ളം, Water, ആത്മാവ്, Spirit, രക്തത്താലുള്ള ശുദ്ധീകരണം. and by blood the purification. മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ ആത്മാവ്, വെള്ളം, രക്തം. In other words, blood, water and spirit. ഇത് 3 നമുക്ക് ഇവിടെ സജീവമായി കാണാം. We find all the 3 things here. ശുദ്ധീകരിക്കപ്പെട്ട പുത്രനെ വിളിച്ചു പറയുന്നു, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്, ഇവൻ ഞാൻ The പ്രസാദിച്ചിരിക്കുന്നു. sanctified Son, the Father is declaring, this is my beloved Son in whom I am ഇത് well pleased. വായനാക്രമം പരിശോധിക്കുന്നവർക്ക് ഇതുപോലെ ഇതോടൊപ്പം തന്നെ സഭ വായിക്കുന്ന മറ്റൊരു വാക്യമാണ്. ഇതിനെ കണക്ട് ചെയ്തെടുക്കണം. യോഹന്നാന്റെ ലേഖനം എടുക്കുക. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായം ഇതോട് ചേർത്ത് വായിക്കുന്നതാണ്. The connecting the first John epistle, 1 John 5. യേശുവാണെന്ന് യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. റെഫറൻസ് ഒക്കെ അവർക്ക് കൊടുക്കുന്നത് 5-ാം അധ്യായം യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് 9 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് പ്രധാനമായിട്ട് വായിക്കുന്നത്. എന്നാൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെയും ഈ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. The 3 things you find here also. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയുടെ ജ്ഞാനസ്നാനം എന്ന വിഷയമാണ് വിശദീകരിക്കുന്നത്. In Matthew's gospel it's about the baptism of Lord Jesus Christ. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ ലേഖനം ഇതോടൊപ്പം തന്നെ വായിക്കുന്ന ഭാഗത്ത് ഈശോയുടെ സ്നാനമല്ല, നമ്മുടെ സ്നാനത്തിന്റെ കാര്യമാണ് പറയുന്നത്. But along with when you read first John epistle, it's our baptism. നമ്മുടെ മാമോദീസയുടെ കാര്യമാണ് സംഭവിക്കുന്നത്. It's talking about our baptism. ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ സജീവമായത് എന്തൊക്കെയോ അത് തന്നെ നമ്മുടെ സ്നാനത്തിലും സജീവമാവുകയാണ്. What was active in the baptism of Lord Jesus Christ, the same 3 things are active in our baptism. ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്ന് പറയുന്ന ഭാഗം വായിക്കുക. Testimony of the Christ. 6-ാമത്തെ വചനം യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം, ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്. Verse 6, this is the one who came by water and blood. യേശു ക്രിസ്തു Jesus Christ. ജലത്താൽ മാത്രമല്ല, Not by water only, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. but by water and blood. ആത്മാവാണ് സാക്ഷ്യം പറയുന്നത്. And the Spirit is the one who ആത്മാവ് testifies. സത്യമാണ്. And the Spirit is the truth. 3 സാക്ഷികളാണുള്ളത്. We find 3: ആത്മാവ്, ജലം, രക്തം. Spirit, blood and water. ഇവ 3 ഒരേ സാക്ഷ്യം നൽകുന്നു. Saying the same testimony. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. If you accept the testimony of the people, then the testimony of God is so pure. ഇതാണ് തന്റെ പുത്രനെ കുറിച്ച് ദൈവം നൽകിയ സാക്ഷ്യം. That's the testimony the Father gave to his Son. ഇതാ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. Exactly you find in Matthew's Gospel 3. പുത്രനെ കുറിച്ച് പിതാവ് നൽകിയ സാക്ഷ്യം ഇതാണ്. The testimony the Father gave concerning his Son Jesus is the same. ഇവൻ എന്റെ പ്രിയപുത്രൻ. This is my beloved Son. ആ പ്രിയപുത്രൻ ഇവനാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ He said, this is my beloved Son. When he അവിടെ said that, 3 സാക്ഷികൾ സജീവമാണ്. that time there were 3 who testified it. ആരൊക്കെയാണ്? ആത്മാവ്, ജലം, രക്തം. Spirit, water and blood. 3 സാക്ഷികൾ. 7-ാമത്തെ വചനം പിന്നെയും വായിക്കുക. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന് 7-ാമത്തെ വചനം. 3 സാക്ഷികളാണുള്ളത്. ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതാണ് ദൈവം പുത്രനെ കുറിച്ച് നൽകിയ സാക്ഷ്യം. ദൈവത്തിൽ വിശ്വസിക്കുന്നവരിൽ സാക്ഷ്യമുണ്ട്. Hallelujah. The 3 who give testimony on earth, the 3 who give testimony in heaven, the Father, the Word and the Holy Spirit, and the 3 are one. സ്വർഗത്തിലും ഭൂമിയിലും സാക്ഷ്യം നൽകുന്ന 3 പേർ. There are 3 people in heaven as well as in the earth who give testimony. ഈശോയുടെ സ്നാനത്തിൽ സാക്ഷ്യം പറഞ്ഞ 3 പേർ. The same 3 which testified in the baptism of Lord Jesus ആത്മാവ്, Christ. ജലം, രക്തം. Spirit, blood and water. എടുത്തെടുത്ത് പറയട്ടെ, ആത്മാവ്, ജലം, രക്തം. Spirit, water and blood. ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. കാരണം ഇച്ചിരി നല്ലതായിട്ട് ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും. You understand the context. Listen to us. ഇതേ യോഹന്നാനാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത്. The same disciple is writing the gospel of John. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പ്രമാദമായ ഒരു വിഷയമുണ്ട്. In John chapter 3 there is an important topic there. നിക്കോദിമോസിനോട് പറയുന്നു വീണ്ടും ജനിക്കണമെന്ന്. When he's talking to Nicodemus, said you have to be born again. ജലത്താൽ വീണ്ടും ജനിക്കണമെന്ന് പറയുന്നു. By water you have to be born again. ദൈവത്തിൽ നിന്നുള്ള ജനനമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നു. See,
it's a born of God is talking about the born again. അതേ യോഹന്നാൻ ലേഖനം എഴുതുന്നു. The same disciple is writing the epistle. യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുകയാണ്. 1 John chapter 5. എന്നിട്ട് ഇവിടെ പറയുക, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും, 5:4, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു, ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിച്ചിരിക്കുന്നത്? For all that is born of God overcomes the world, and this is the victory that overcomes the world, our faith. And who is that overcomes the world? Only the one who believes that Jesus is the Son of God. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, who has been born of God, ലോകത്തെ ജയിച്ചിരിക്കുന്നു, overcomes the world. ദൈവത്തിൽ നിന്നുള്ള ജനനം ഏതാ? What is the being born from God? വീണ്ടും ജനനമാണ്. That is born ഇതേ again. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറഞ്ഞു. In John chapter 3, the same thing is being repeated. അതോടെ എടുത്തു പറയാം. യോഹന്നാന്റെ സുവിശേഷം എടുക്കുക. Gospel of John. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം എടുക്കുക. ഓക്കെ, യേശു പ്രതിവചിക്കുകയാണ്. 3-ാമത്തെ വചനം, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. Amen, amen, I say to you, unless one is reborn anew, he is not able to see the kingdom of God. 3:5 ശ്രദ്ധിക്കുക. യേശു പ്രതിവചിച്ചു, എന്താണ് ഈ വീണ്ടും ജനനം? സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ. Amen, amen, I say to you, unless one is being reborn by water and the Holy Spirit, is not ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ. reborn by water and the Holy Spirit. എങ്ങനെ? Unless one is reborn of the water and the Holy Spirit. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ. Unless one is reborn of the water and by the Holy Spirit. സോ വീണ്ടും ജനനത്തിന് 2 കാര്യം ആവശ്യമെന്ന് പറയുന്നു. Born again, you need 2 things. ജലം ആവശ്യമാണ്, Water, ആത്മാവ് ആവശ്യമാണ്. Spirit. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നു 3 പേരാണ് സാക്ഷ്യം പറയുന്നത്. John in his epistle says 3 people are giving testifying. ജലം, Water, രക്തം, blood, ആത്മാവ്. and spirit. ഇതേ യോഹന്നാൻ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ എഴുതുന്നു. The same disciple is in gospel is saying, ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ what meaning by born again? ജലത്താലും ആത്മാവിനാലും ജനിക്കുക എന്നാണ്. By water and by spirit. ഇവിടെ പറയുന്ന ജലം എന്താണ്? What is the water here? ഇവിടെ പറയുന്ന ജലം എന്താണ്? What is the water being spoken ഇവിടെ here? പറയുന്ന ജലം ജലമാണ്. It's water only. ഇവിടെ പറയുന്ന ജലം വചനമല്ല. It's not word. വചനമാണെങ്കിൽ ഒന്നിൽ പോയി പറയണം, ആദിയിൽ ജലമുണ്ടായിരുന്നു. If it is water, then in the chapter 1 and 1 he said, in the first there was water. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. In the beginning was water. വെള്ളം ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത്. It's not that it's been described. ആദിയിൽ വെള്ളം ഉണ്ടായിരുന്നു. Water was there. പക്ഷെ അതല്ല യോഹന്നാൻ പറയുന്നത്. That is not John is describing. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്ന വെള്ളം വചനമാക്കി വ്യാഖ്യാനം കൂട്ടിക്കളയരുത്. You should not describe that water being described as pure water. വെള്ളമാണ്. It's water. വീണ്ടും ജനനം ജലത്താലാണ്. Reborn is by water. ഇത് യേശു പറഞ്ഞതാണ്. Jesus said it. ഇത് പത്രോസ് ശ്ലീഹ പറഞ്ഞതാണ്. Peter said it. ഇത് സാക്ഷ്യം പറയുന്നത് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതാണ്. And John the Baptist also is saying that. John the epistle writer, John the disciple is saying that. വീണ്ടും ജനനം വെള്ളത്താലാണ്. Reborn is by water. അതെങ്ങനെ വീണ്ടും ജനനം വെള്ളത്താൽ സംഭവിക്കുന്നത്? How can it happen? ജനനത്തിനെല്ലാം മുമ്പ് വെള്ളത്തിന് മേലാണ് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചത്. Before the Holy Spirit was hovering over the water. നമുക്കറിയാം, ആദിയിൽ സൃഷ്ടിപ്പിനായി ദൈവം ഇറങ്ങി വരുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ, വെള്ളത്തിന്റെ മീതെ ഇരുള് വ്യാപിച്ചുകൊണ്ടിരുന്നു, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. In the Genesis chapter 1 he said there was water and the Holy Spirit was അവിടെ hovering ഈ over the Holy കണക്ഷൻ Spirit. കാണാം, വെള്ളവും ആത്മാവും. There you find the connection, water and the spirit. അവിടെയാണ് ആദ്യത്തെ ജനനം നടക്കുന്നത്. That's the first born. ആദം എന്ന 1-ാമത്തെ മനുഷ്യൻ പുറത്തു വരും. The first man Adam came out of that. ചരാചരങ്ങൾ മുഴുവൻ പുറത്തു വരും. All the creations. വയലിലെ മൃഗങ്ങൾ, ആകാശത്തിലെ പറവകൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, സകലതും ജനിക്കുന്നത് ഈ 2 ശക്തികളുടെ യോജിപ്പിലാണ്, ആത്മാവും വെള്ളവും. It's by joining of water and the spirit, all the creations come out. അവിടെ മുതൽ ഇങ്ങോട്ട് നോക്കിക്കോ. Right from there you see. എല്ലാ ദൈവിക അത്ഭുതങ്ങളിലും Almost all the miracles. 2 ശക്തികൾ സജീവമാണ്. There will be 2 powers behind. ഒന്ന് വെള്ളം, water. 2 ആത്മാവ്, spirit. ഇവിടെ ഇതാ ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ In the baptism of the Lord Jesus Christ, 2 ശക്തികൾ സജീവമാണ്. 2 powers are active. യോർദാനിലെ വെള്ളം, In the Jordan, the river. ഇറങ്ങി വരുന്ന പരിശുദ്ധ റൂഹ, The Holy Spirit, the descending down. വെള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. The Holy Spirit descending into the water. മേളിൽ നിന്നുള്ള പരിശുദ്ധാത്മാവ് The Holy Spirit from above. താഴെയുള്ള വെള്ളവുമായി ചേർന്ന് And the water that's from below. പവിത്രമായ ജലത്തിൽ നിന്ന്
the purifying of that water ഒരു ജനനം നടക്കുന്നു. is a birth coming out. ഇതാണ് വീണ്ടും ജനനം. That's reborn. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല, ഇത് സഭയുടെ പ്രബോധനമാണ്. Yeah, the catechism also says it. നോക്കൂ 1238 ഖണ്ഡിക കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. മാമോദീസ ജലം 1238 ഖണ്ഡിക. മാമോദീസ ജലം റൂഹാഷ്ണ പ്രാർത്ഥന കൊണ്ട് പവിത്രമാകുന്നു. എന്നിട്ട് അടുത്ത് നോക്കണം, മാമോദീസ മുങ്ങുന്നവർ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നത് ആ ജലത്തിന്മേൽ ദൈവം തന്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കേണ്ടതിനായി സഭ അവിടുത്തോട് യാചിക്കുന്നു. ഹല്ലേലൂയ. മാമോദീസ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിന് ആ ജലത്തിന്മേൽ ദൈവം തന്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കുന്നതിനായി സഭ അവിടുത്തെയോട് യാചിക്കുന്നു. ഏതിന്റെ മേല്? ജലത്തിന്റെ മേല് എന്തായിരിക്കണം? തന്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കേണ്ടതിനായി സഭ അവിടുത്തെയോട് യാചിക്കുന്നു. എന്തിനാണ്? ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിന്. Hallelujah. In order to be reborn, the Father is sending, God is sending His power, His anointing through Lord Jesus Christ into the water. മാമോദീസയിൽ ആ വീണ്ടും ജനനം സംഭവിക്കുന്നതെന്ന് സഭ നമ്മെ പഠിപ്പിക്കുക. So the church convicts clearly that we are born again is through the water. ജലത്താൽ ആ വീണ്ടും ജനനം സംഭവിക്കുന്നു ഈശോ നമ്മെ പഠിപ്പിക്കുക. Jesus is also testifying it. But unfortunately മാമോദീസ സ്വീകരിച്ചവരുടെ വീട്ടിൽ വന്ന് വീണ്ടും ജനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവര് മുട്ടിടിക്കും. But unfortunately നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ? വീണ്ടും ജനിച്ചതാണോ? Are you born again? Are you born again? Yes. വീണ്ടും ജനിച്ചതാണോ? Yes. എങ്ങനെ വീണ്ടും ജനിച്ചേ? How? വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചേ. By water and the Spirit. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വീണ്ടും ജനനം ഉള്ളതുകൊണ്ടാണ് പത്രോസ്ലീഹയുടെ പ്രഥമ പ്രസംഗത്തില് ആദ്യമേ പ്രസംഗം കേട്ടവർ ചോദിച്ചു, ഞങ്ങൾ എന്നാ ചെയ്യണം? What should we do? രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്നാ ചെയ്യണം? In order to be saved, what shall we do? സഹോദരങ്ങളെ, ഞങ്ങൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്യണം? When they pricked by the heart, they said, what shall we do? അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നാനമേൽപ്പിൻ. And then he said, in order to get to repent of your sin and be baptized by the Holy Spirit. അവിടെ നോക്ക്, ഏറ്റവും ആദ്യം അവർ ചെയ്തത് മാമോദീസയാണ്. The first thing they did is baptism. അവിടെ പാപമോചനം സംഭവിച്ചു. There was forgiveness of sins. ഈ മാമോദീസ വെള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കേണ്ടതിനായി സഭ അവിടുത്തോട് അപേക്ഷിക്കുകയാണ്. Say the church is pleading to the Lord to send the Holy Spirit or the power of God for the purification. അതുകൊണ്ടാണ് ഇത് എവിടുന്നാ നമ്മൾ പഠിച്ചത്? From where did we learn this? ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ നിന്ന് പഠിച്ചു. It's in the baptism of Lord. ഈശോ വെള്ളത്തിൽ നിൽക്കുക. Jesus was standing in the water. ഈശോയുടെ സ്നാനത്തെ പവിത്രീകരിക്കുവാനായി പരിശുദ്ധ റൂഹ ഇറങ്ങി വരും. The Holy Spirit is coming to sanctify it. എവിടെ ഇറങ്ങി വരുന്നു? വെള്ളത്തിന്മേൽ ഇറങ്ങി വരും. Into the water. പരിശുദ്ധാത്മാവ് തന്റെ മേൽ ഇറങ്ങി വരികയാണ്. The Holy Spirit is താൻ എവിടെ നിൽക്കുന്നു? വെള്ളത്തിൽ നിൽക്കുക. He is standing in the water. ഇതേ ക്രിയയാണ് ഇന്ന് ഓരോ മാമോദീസയിലും സംഭവിക്കുന്നത്. Same thing happens in every baptism. ഇതേ ക്രിയയാണ് ഓരോ മാമോദീസയിലും സംഭവിക്കുന്നത്. Same thing happens in every baptism. സ്ഥാനാർത്ഥി വെള്ളത്തിൽ നിൽക്കുന്നു. The candidate is standing in the water. സ്നാനാർത്ഥിയുടെ മേൽ വെള്ളത്താലുള്ള അഭിഷേകം ചെയ്യുന്നു. And then it's been poured, the water is poured over his head. സഭ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. And the church is pleading. ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധ റൂഹ, The same Holy Spirit that came upon Jesus ഈ വെള്ളത്തിൽ ഇറങ്ങി വന്നതിനെ പരിശുദ്ധീകരിക്കണം. come upon this water and sanctify ഈ it. വെള്ളത്താൽ ഇവരുടെ പാപങ്ങൾ കഴുകി മാറണമേ. Through the water, the purification of the sins. ജന്മപാപത്തിൽ നിന്ന് മോചിതനാവട്ടെ. For all sins be completely forgiven. ഹല്ലേലൂയ. Hallelujah. എത്ര മാർമികമായ ഒരു വശമാണിത്. It's a mystery. എന്നിട്ടാണ് യോഹന്നാൻ സ്ലീഹ പറയുന്നത്, And then he's saying, 3 പേരാണ് സാക്ഷ്യം the പറയുന്നത്. 3 people who testifies അപ്പൊ മാമോദിസയൊക്കെ കഴിഞ്ഞു. after the baptism is over. മത്തായി 3 മാമോദിസ കഴിഞ്ഞു. In Matthew chapter 3, the baptism is over. ഇനി അങ്ങോട്ട് നമ്മള് കർത്താവിന്റെ വിധിനാളിൽ വിധിയാളനായി കർത്താവ് വരുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കുക. And then when he comes for the judgment, we are standing before him. അല്ലെങ്കിൽ ജീവിതത്തിന്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ വരിക. We are coming to the victorious Christian life. ആ ജീവിതത്തിൽ 3 പേരുടെ സാക്ഷ്യം നമുക്ക് ആവശ്യമാണ്. In this life, we need 3 people to testify it. അതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അതാണ് നമ്മൾ വായിക്കുന്നത്. ലോകത്തെ ജയിക്കുക. Hallelujah. Overcoming the world. ലോകത്തെ ജയിക്കുവാൻ 3 പേരുടെ സാക്ഷ്യം നമുക്ക് ആവശ്യമുണ്ട്. In order to overcome the world, we need the testifying of 3 people. അതാണ് 3 പേരുടെ സാക്ഷ്യമായി പറയുന്നത്. സാക്ഷ്യം പറയുന്നത് 3 പേരാണ്. 7-ാമത്തെ വാക്യം യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം. 1 യോഹന്നാൻ 5:7.
1 John 5:7. ആത്മാവ്, ജലം, രക്തം. For the three who give testimony in heaven, the Father, the Word, and the Holy Spirit. മാമോദീസ സ്വീകരിച്ച ദൈവത്തിന്റെ മക്കളെ, For all those who have received baptism, 3 പേരുടെ സാക്ഷി നിങ്ങളുടെ ചുറ്റിലും വൻമതിലായിട്ട് നിൽക്കുന്നു. 3 people are testifying and standing as a wall around you. അതാണ് ഇവിടെ വായിക്കുന്നത്. That's what you read here. ആത്മാവ്, ജലം, രക്തം. The Spirit, the water, and the blood. ഇവ 3 ഒരേ സാക്ഷ്യം നൽകുന്നു. The same thing. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. If we accept the testimony of men, then the testimony of God is greater. മനുഷ്യന്റെ സാക്ഷ്യത്തെക്കാൾ ശ്രേഷ്ഠമായ ഈ ദൈവത്തിന്റെ സാക്ഷ്യം ഏതാണ്? What is that one? The testimony of God is greater than the testimony of men. What is that? ദൈവത്തിന്റെ സാക്ഷ്യം ഏതാണ്? What is the testimony of God? ദൈവത്തിന്റെ സാക്ഷ്യമാണ് ഈ 3 സാക്ഷ്യം. That's the 3. ആത്മാവ്, Spirit, ജലം, water, രക്തം. blood. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ആത്മാവ്, Spirit. പരിശുദ്ധാത്മാവ് പറയുന്നു, The Holy Spirit is saying, ഇവൻ ആദാമ്യ പാപക്കറയിൽ നിന്ന് കഴുകപ്പെട്ടവനാ, ഞാൻ സാക്ഷിയാണ്. He has been forgiven of all the Adamic sin. I am testifying that. വെള്ളം വിളിച്ചു പറയുന്നു, The water is saying, വീണ്ടും ഞാൻ ഇവനിൽ നടന്നത് ഞാൻ കണ്ടതാ. He has been reborn. I saw it. എന്നിലേക്ക് പരിശുദ്ധ റൂഹ വന്നതാ. The Holy Spirit has come into me. അതാ നമ്മൾ വായിച്ചത്. റൂഹായുടെ ഇടപെടൽ വെള്ളത്തിന്മേൽ ഉണ്ടാകുവാൻ സഭ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. And the church is pleading to God for the Holy Spirit to come into അതുകൊണ്ട് the water. സഭ മാമോദീസ തൊട്ടിയെ ജന്മസ്ഥലം എന്നാ വിളിക്കുന്നത്, ഗർഭാശയം എന്നാ വിളിക്കുന്നത്. That's why what is called that? ഗർഭാശയമാണ് സഭ, As a womb. വൂമ്പാണ്. When you are born to the church, സഭയിലേക്ക് നാം ജനിക്കുമ്പോൾ, സഭയിൽ നാം ജനിക്കുമ്പോൾ അതാണ് ഈ ക്രിയയിലൂടെ നടക്കുന്നത്. Yes, through this. When you are being born into the church. ഇങ്ങനെയാണ് 1500 വർഷം ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചിരുന്നത്. For 1500 years it was like this. 1800 വർഷം വെള്ളമായിരുന്നു. For 1800 years water was water. 1825 ശേഷം പറഞ്ഞു വെള്ളമല്ല, വെള്ളം വചനമാണെന്ന്. After 1825 years they said water is not water. വെള്ളം തന്നെയാണ്. Water is water. വെള്ളമായാൽ മാത്രമേ ഈ വെള്ളം സാക്ഷ്യം പറയത്തുള്ളൂ. Only when the water is water, then only this water will testify it. വെള്ളം വചനമായ വെള്ളം എങ്ങനെ സാക്ഷ്യം പറയുന്നത്? If the water has become word, how can it testify it? വെള്ളമായ മാത്രമേ വെള്ളം സാക്ഷ്യം പറയത്തുള്ളൂ. Unless the water is water, then only it can testify it. അയ്യോ, വെള്ളം സാക്ഷ്യം പറയൂ? How can water testify it? കാലേന്ന് തട്ടിയിടുന്ന പൊടി സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. പിന്നെ വെള്ളം സാക്ഷ്യം The dust that comes out of your feet will give testimony. നിങ്ങളൊരു പട്ടണത്തിൽ ചെന്നൊരു വീട്ടിൽ ചെന്ന് നിങ്ങളെ അവർ അംഗീകരിക്കുന്ന കാലിലെ പൊടി അവിടെ തട്ടിയിട്ടേച്ച് പോരെ, ന്യായ ദിവസത്തിലെ പൊടി സാക്ഷ്യം പറയുന്ന പറഞ്ഞു. If you go to a city, if the people don't receive you, just kick off the dust from your feet and that dust will testify. പൊടിക്ക് സാക്ഷ്യം പറയാമെങ്കിൽ, If that dust can testify, മാമോദീസ വെള്ളത്തിന് എത്രയധികം സാക്ഷ്യം പറയാം. how much more the water that's been used in baptism can testify it. വിശ്വാസം ഒന്ന്, Faith, പ്രത്യാശ ഒന്ന്, സ്നാനം ഒന്ന്. one faith, one hope, and one baptism. എന്തുകൊണ്ടാ ഒരു സ്നാനം? Why only one baptism? ഒരുപാടായിക്കൂടെ? Cannot be more. ഒത്തിരി വെള്ളം സാക്ഷ്യം പറയുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും There's പ്രധാനപ്പെട്ട. only 3 who testifies it. Not many. അവിടെ സ്നാനപ്പെടുമ്പോ അവിടുത്തെ വെള്ളവും ഇവിടെ സ്നാനപ്പെടുമ്പോ ഇവിടുത്തെ വെള്ളവും അവിടുത്തെ തൊട്ടപ്പുറത്തെ വെള്ളവും 3 വെള്ളം കൂടെ സാക്ഷ്യം പറയുന്നില്ല. It's not like when you get baptized that water testifies, then when you go to another place that also testifies. No. ഒറ്റ വെള്ളമാണ് സാക്ഷ്യം പറയുന്നത്. Only water is only one. ഈ സാക്ഷ്യമാണ് ജയത്തിന് അടിസ്ഥാനം. And that water is the foundation. എവിടെയാ അത് വായിക്കുന്നത്? മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതാണ് ദൈവം പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ ദൈവപുത്രൻ നൽകിയ സാക്ഷ്യം വിശ്വസിക്കായതുകൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കിയിരിക്കുന്നു. ഇതാകുന്നു സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലൂടെയാണ്. Hallelujah. This is the testimony which God has given to us, eternal life, and this is life in His Son. നാലാമത്തെ വചനം, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തിന്മേൽ വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ദൈവപുത്രനാണ്, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവല്ലാതെ നാം മറ്റാരാണ് ലോകത്തെ ജയിച്ചിരിക്കുന്നത്? For that is born of God overcomes the world, and this is the victory of the overcomes the world of faith. Who is that overcomes the world? Only one who believes in Jesus is the Son of ഏറ്റവും God. ചിന്തിപ്പിക്കുന്ന ഭാഗം ഇതാ. Hallelujah. ലോകത്തിന്റെ ഏത് കോണി ചെന്നാലും, Wherever you are in any part of this world, ദൈവത്തിന്റെ സാക്ഷ്യം പറയും. hallelujah, മൂവര് വന്ന് ദൈവത്തിന്റെ സാക്ഷ്യം 3 people will come and give testimony of the God. ജലം വന്ന് പറയും തൊട്ടേക്കരുത്. The water will come and say, don't touch him.
രക്തം എന്ന് പറയും ഞാൻ ശുദ്ധീകരിച്ചതാണ്. The blood will say, I have sanctified him. പരിശുദ്ധാത്മാവ് എന്ന് പറയും ഞാൻ പവിത്രീകരിച്ചതാണ്. And the Holy Spirit will say, I have sanctified him. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇത് മൂന്ന് എലമെന്റ്സ്, മൂന്ന് മേഖലയിലാണ് ഇതിന്റെ പ്രവർത്തനം The നടക്കുന്നത്. three elements then walk in three different places. വെള്ളം ഇവിടുത്തേതാണ്, The water is from here. രക്തം അവിടുത്തേതാണ്. The blood is from him. ഒന്ന് വേൾഡ്ലി ആണ്, One is worldly. രണ്ട് ഡിവൈൻലി ആണ്, Second is the divinely. മൂന്നാമത്തേത് ഗോഡ്ലി ആണ്. The third is godly. ഡിവൈൻലിയും ഗോഡ്ലിയും തമ്മിലുള്ള വ്യത്യാസം ഇൻകാർണേറ്റഡ് ആണ് ഒന്ന്, Because one is incarnated. അനദർ വൺ ഇസ് ഫുള്ളി ഡിവൈൻ ആണ്. ഒന്ന് പൂർണ്ണമായിട്ട് ദൈവികമാണ്. ഇൻകാർണേറ്റഡ് ബ്ലഡ് ആണ് സാക്ഷ്യം പറയുന്നത്. And the ജഡാവതാരം എടുത്ത മാംസം സ്വീകരിച്ച ശരീരത്തിലെ രക്തമാണ് സാക്ഷ്യം പറയുന്നത്. the one who came in incarnation, that blood is സ്വർഗ്ഗത്തിൽ sanctifying. നിന്നുള്ള ആത്മാവാണ് സാക്ഷ്യം The പറയുന്നത്. blood from the spirit is sanctifying. ഇവിടുത്തെ വെള്ളമാണ് സാക്ഷ്യം The പറയുന്നത്. water that is here is testifying. ഭൂമി എന്നൊരു സാക്ഷ്യ, There's one testimony from the earth, മാംസം സ്വീകരിച്ചതിലൂടെ ഒരു സാക്ഷ്യം, one who came in the flesh, സ്വർഗ്ഗത്തിൽ നിന്നൊരു and സാക്ഷ്യം. one from the ഈ heaven. മൂന്ന് സാക്ഷ്യം നിലനിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ലോകത്തെ ജയിച്ചവരാണ്. Because the three testimonies stands, you can overcome the world. ലോകത്തിലെ ചിലതിനെ അല്ല, It's not something in the world. ലോകത്തെ ജയിച്ചവരാണ്. You have overcome the world. ഏയ് come on, എന്നോട് ചേർന്ന പദം പറയുക, Hallelujah. ലോകത്തെ You have ജയിച്ചവരാണ്. overcome the world. ടെസ്റ്റിമണി പറയുക, That's the testimony. സാക്ഷ്യം പറയുക, It's testimony. ഇവൻ ജയിച്ചവനാണ്, He's the one who has overcome the ഇവൻ world. ദൈവപുത്രനെ പോലെയാണ്. He's like Son of God. ദൈവപുത്രന്റെ സ്നാനത്തിൽ ഇറങ്ങി വന്നൊക്കെ ഇവന്റെ ഇതിലും വന്നിട്ടുണ്ട്. So the same thing that happened in the baptism of the Son of God has happened in him also. യോർദാനിൽ വെള്ളമുണ്ടായിരുന്നു, The water was in Jordan. ഇവന്റെ മാമോദീസയിലും വെള്ളമുണ്ട്. In his baptism also is ഇത് water. കഴിഞ്ഞ് ദൈവപുത്രൻ നേരെ പോകുന്ന പരീക്ഷണത്തിലേക്ക്. And after this, he was going into the wilderness to be tested. ഒരു സാത്താനും തൊടാൻ കഴിഞ്ഞില്ല. No evil could test him. 40 ദിവസം മാറി മാറി പരീക്ഷിച്ചു. 40 days they tried on him. തോറ്റുപോയതല്ലാതെ അടുക്കാൻ കഴിഞ്ഞില്ല. They could not even touch കാരണം him. പിതാവിന്റെ സാക്ഷ്യം, Oh, that's the testimony of the Father. പിതാവിന്റെ സാക്ഷ്യം. The testimony of the Father. Father's testimony is revealed into three elements, that one is water, one is spirit, and another one is blood. പിതാവിന്റെ സാക്ഷ്യം വെളിപ്പെട്ടത് ഒന്ന് രക്തത്താലും ആത്മാവിലാലും വെള്ളത്താലും. Hallelujah. Hallelujah. That testimony was the secret of Jesus when he was tempted in the wilderness. ആ യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഈ മൂന്ന് ടെസ്റ്റിമണി അവിടെ ഉണ്ടായിരുന്നു. Hallelujah. 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 When Jesus was taken from Jordan, immediately he was led by the Spirit to the wilderness. സ്നാനം കഴിഞ്ഞ ഉടനെ യേശുവിനെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി. There he was tempted by the devil almost 40 years. 40 ദിവസം പരീക്ഷിക്കപ്പെട്ടു. There was no food. അവിടെ ആഹാരമില്ലായിരുന്നു. Devil was tempting again and again. പിശാച് പിന്നെയും പരീക്ഷിക്കപ്പെട്ടു. But finally he was flee from Jesus. അവസാനം വിട്ടുപോകേണ്ടി വന്നു. He left Jesus by saying, you are the Son of God, I can't touch you. ഓ ഇത് നീ സാക്ഷാൽ ദൈവപുത്രനാന്ന് പറഞ്ഞ് യേശുവിനെ വിട്ടുപോയി. Testimony of the water was there in the wilderness. വെള്ളത്തിന്റെ സാക്ഷ്യം അവിടെ ഉണ്ടായിരുന്നു. Testimony of the blood was there in the രക്തത്തിന്റെ wilderness. സാക്ഷ്യം അവിടെ ഉണ്ടായിരുന്നു. Testimony of the Spirit there was in wilderness. ആത്മാവിന്റെ സാക്ഷ്യം അവിടെ ഉണ്ടായിരുന്നു. Same thing is with you today. അത് തന്നെയാണ് നിങ്ങളിൽ You may be in the wilderness നിങ്ങൾ today. ഇന്ന് മരുഭൂമിയിൽ Again and അവസ്ഥയിലായിരിക്കാം. again you may be going through different temptations. വിവിധ സാഹചര്യങ്ങൾ കൂടി But let me tell you, my dear friend, ഞാൻ പറയട്ടെ നിങ്ങളോട്, no matter what circumstances you go through, നിങ്ങൾ ഏതെല്ലാം സാഹചര്യത്തിൽ കൂടെ you will be victorious. നിങ്ങൾ ജയാളിയായിട്ട് പുറത്തു Because വരും. the testimony of the water, കാരണം വെള്ളത്തിന്റെ സാക്ഷ്യമുണ്ട്. testimony of the blood of Christ, രക്തത്തിന്റെ സാക്ഷ്യമുണ്ട്. testimony of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ is സാക്ഷ്യമുണ്ട്. surrounding you. നിങ്ങളെ They ചുറ്റപ്പെടുന്നുണ്ട്. are the eyewitness of what happened to you. അവർ മൂവരും കണ്ട സാക്ഷികളാണ് നിങ്ങൾക്ക് They എന്ത് are the സംഭവിച്ചത്. eyewitness of what really happened in you. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നുള്ള ദൃക്സാക്ഷികളാണ് അവിടെ. നിങ്ങൾക്ക് യഥാർത്ഥമായി എന്നാ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയത്തില്ല. അത് സാക്ഷ്യം പറയുന്ന കണ്ടവർക്ക് പറ്റുള്ളൂ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, ലോകത്തെ ജയിച്ചവരാണ്. നിങ്ങൾക്കറിയത്തില്ല. പക്ഷേ ഐ വിറ്റ്നസ് ആയി നിന്ന വാട്ടർ, സ്പിരിറ്റ് ആൻഡ് ദ ബ്ലഡ് ടെസ്റ്റിഫൈ you are the overcomer. You don't know that you have overcome the world, but the three eyewitnesses is there, the water, the blood and the spirit, saying you have overcome everything. Hallelujah. Hallelujah.
Hallelujah. Hallelujah. You are not a loser. The testimony of the Spirit says you are not a loser. നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. You won't fail. You can't fail because you are born of God. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. നിങ്ങൾ തകരത്തില്ല, You തകർക്കാൻ are born പറ്റത്തില്ല. from the life of God. നിങ്ങൾ ദൈവത്തിന്റെ ജീവനിൽ നിന്നാണ് ചോദിക്കുക വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളല്ലാതെ വേറെ ആരാ ലോകത്തെ ജയിച്ചത്? Who else can overcome the world? Come on. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. Hallelujah. Who is that overcomes the world? Only one who believes that Jesus is the Son of God. ആരാ അത്? Who is the one that? We are that group. നമ്മളാണത്. We are the born again. നമ്മളാണ് വീണ്ടും Born ജനിക്കപ്പെട്ടവർ. through the blood of Christ. രക്തത്താൽ Born through ജനിക്കപ്പെട്ടവർ. the Spirit of God. ആത്മാവിനാൽ Born through the ജനിക്കപ്പെട്ടവർ. water. വെള്ളത്താൽ ജനിക്കപ്പെട്ടവർ. Oh, hallelujah. Hallelujah. When these three testimonies active, മൂവര് സാക്ഷ്യം പറയുമ്പോൾ, when these three witnesses active, മൂന്ന് സാക്ഷികൾ സാക്ഷ്യം പറയുമ്പോൾ you can go anywhere, no matter എവിടെ where. വേണേലും പോവാം. ഏതെല്ലാം മരുഭൂമി അവസ്ഥയിൽ കൂടെ പോയാലും നിങ്ങൾക്ക് പോവാം. എവിടെ വേണേലും പോവാം. Wherever you want, you can go. ഫുഡ് ഇല്ലേലും സാരമില്ല. Even if there is no food. Then the question comes, why test? Why you have to be tested? അവിടെ ചോദ്യം വരുന്നത്, പിന്നെ എന്തിനാ പരീക്ഷിക്കപ്പെടുന്നത്? Because you are being tested. നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ Why? എന്നതിനാ പരീക്ഷിക്കപ്പെടുന്നത്? What you have believed, എന്നാ നിങ്ങൾ വിശ്വസിക്കുന്നേ? that will be tested. അത് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. So unless it is being tested, how can you know the power of that? സ്വർണ്ണമാണെന്ന് അറിയുന്ന കൈ പിടിച്ചോണ്ടാ. Yes, the gold has to go through a purification process. ടെസ്റ്റ് ചെയ്താലേ അറിയത്തുള്ളൂ. Why? So that you become complete, perfect, and lack nothing. ഒന്നിനും കുറവില്ലാത്ത മനുഷ്യരായി നിങ്ങൾ പുറത്തു വരണമെങ്കിൽ, ഒന്നിനും കുറവില്ലാത്തവരാണെന്ന് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടേ പറ്റുള്ളൂ. So every situation that you and I face in this life, ഈ പരിശുദ്ധാത്മാവേ, the witness of the Holy Spirit is very active today. yeah. So every situation that you and I go through in this world കടന്നു പോകുന്ന എല്ലാ വ്യഥകളിലും is a testing and a proving ground. അത് ഓരോന്നും പരിശോധിക്കുന്ന സ്ഥലമാണ്, തെളിയിക്കുന്ന സ്ഥലമാണ്, തെളിയിക്കപ്പെടുന്ന സ്ഥലമാണ്. The Holy Spirit will come and say, yes, I am testifying that he is born of the Spirit. പരിശുദ്ധാത്മാവെന്ന് ആവർത്തിച്ച് പറയുക, ഞാൻ അത് പരീക്ഷിക്കപ്പെട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ഇവൻ ദൈവത്തിന്റെ മകനാണ്. Hallelujah. That's the way you have to go through the test. അതാണ് ആ വ്യഥയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത്. See, every situation, it's giving you an aspect of the nature of God to be proved in you. ദൈവത്തിന്റെ പ്രകൃതി എല്ലാ മേഖലയിലും നമ്മിൽ തെളിയിക്കപ്പെട്ട് നാം പുറത്തു വരേണ്ടത് ആവശ്യമാണ്. You are in Jesus. നമ്മൾ യേശുവിലാണ്. So that means the situation is also in Jesus. നമ്മൾ കടന്നു പോകുന്ന ആ വ്യഥയും അല്ലെങ്കിൽ വേദനയും അല്ലെ പരീക്ഷണം എന്തും ആയിക്കോട്ടെ, അതും കർത്താവിലാണ്. ബിക്കോസ് നിങ്ങൾ കർത്താവിലാണ്, നമ്മൾ കർത്താവിലാണ്. So if you are in Jesus, yes, നമ്മൾ യേശുവിലാണെങ്കിൽ, so the situation, you have to bring Jesus into the situation. ആ സാഹചര്യത്തിനകത്തേക്ക് കർത്താവിനെ കൊണ്ടുവരിക, കർത്താവ് ആ സാഹചര്യത്തിനകത്തേക്ക് വരിക, ഇത് തന്നെയാണ് വാസ്തവത്തിൽ സംഭവിക്കേണ്ടത്. So that means you can see the situation through his eyes. യേശുവിന്റെ കണ്ണിലൂടെ നമ്മൾ ആ സാഹചര്യത്തെ കാണാൻ തുടങ്ങുകയാണ്. Think with the mind of Christ. കർത്താവിന്റെ മനസ്സോടെ നമ്മൾ ആ വിഷയത്തെ കാണാൻ So what തുടങ്ങി. Jesus is speaking right at that moment in the situation, ആ സാഹചര്യത്തെ കർത്താവ് എന്നാ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ and തിരിച്ചറിയുക. how he responded to everything. എങ്ങനെയാ കർത്താവ് അതിനോട് പ്രതികരിക്കുന്നത് നമ്മൾ തിരിച്ചറിയുക. So situations will come and test whether you believe what you have believed. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാൻ സാഹചര്യങ്ങൾ വന്ന് തട്ടി നോക്കും, പരീക്ഷ നോക്കും. And then these three people are already testifying, yes. അപ്പൊ ഈ മൂന്ന് പേരോട് സാക്ഷ്യത്തിനായിട്ട് ഒരു ആത്മാവ്, ജലം, രക്തം. So how can you practically do it? എങ്ങനെയാ ഇത് പ്രായോഗികമായി നാം ചെയ്യുന്നത്? So whenever a situation comes before you, സാഹചര്യം മുമ്പിൽ വരുമ്പോ don't look at the situation, സാഹചര്യത്തെ നോക്കല്ലേ, look at the God. കർത്താവിനെ നോക്കുക. Because situation always brings fear, anxiety and worry. നമ്മുടെ ഉള്ളിലേക്ക് സാഹചര്യം എപ്പോഴും ഭയവും ആകുലതയും കൊണ്ടുവരും. So that to take you out of your placement in Christ, നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്ന ആ പക്വതയിൽ നിന്ന് നിങ്ങളെ ഇറക്കുവാൻ ചിന്താകുലങ്ങളെ ഇട്ടിട്ട് ഇറങ്ങി വാ ക്രിസ്തുവിലാണെങ്കിലും നിനക്കൊരു അരിശിതാവസ്ഥയില്ലേ, ഈ ചിന്ത കൊണ്ടുവരും. So when you are facing a situation, നിങ്ങൾ സാഹചര്യത്തെ ഫേസ് ചെയ്യുമ്പോൾ you start rejoicing and give thanks. നമ്മൾ കർത്താവിന് പരിധിയില്ലാതെ നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യാൻ തുടങ്ങും. Because you are already in Christ. നമ്മൾ ആത്യന്തികമായി നാം കർത്താവിലാണ്. Because you are the overcomer is living inside you. ഇതാണ് ഇത് എനിക്ക് ഏറ്റവും ഇന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ തോന്നുന്ന ഒരു ചിന്ത ഇതാണ്. അതായത് ലോകത്തെ ജയിച്ചത്, the one that has overcome the world, നമ്മുടെ വിശ്വാസം. it's our faith. എന്നാ നമ്മൾ വിശ്വസിക്കേണ്ടത്? What you have to believe? നമ്മൾ വിശ്വസിക്കേണ്ടത് ആത്യന്തികമായി നാം വിശ്വസിക്കേണ്ടത്
റൂഹായുടെ സാക്ഷ്യമുള്ളവനാണ് ഞാൻ. Hallelujah. The first thing that you believe is, I have got the testification of the Holy Spirit. അതാ ഫസ്റ്റ് ഓഫ് ഓൾ. The first one. ആത്മാവ് സാക്ഷ്യം നൽകുന്ന വ്യക്തിയാണ് ഞാൻ. The Holy Spirit has testified concerning me. ജലത്താൽ ജനിച്ചവനാണ് ഞാൻ. I've been born of water. ഇതാണ് നമ്മുടെ വിശ്വാസം. That's our faith. ഇതാണ് നമ്മുടെ വിശ്വാസം. That's our faith. ഇതിപ്പോ ചോദ്യം ഇതാ വരുന്നേ, ജലത്താൽ ജനിക്കുമോ? എങ്ങനെ ജലത്താൽ ജനിക്കുന്നേ? The question comes, how can you be born of water? ഇതാണ് അതിന്റെ മിസ്റ്റിസിറ്റി. That's the mysticism. അതാണ് അതിന്റെ മിസ്റ്റിസിസം. അതാണ് അതിന്റെ മാർമികത. That's the mysticism behind it. ജലത്താൽ ജനിക്കുമെന്ന് ചോദിച്ചാൽ, How can we be born of water? ജലത്താൽ ജനിക്കും. Yes. അത് വിശ്വസിക്കുന്ന വിശ്വാസം. You have to believe it. That is called faith. അതെങ്ങനെയാ ജലത്താൽ ജനിക്കുന്നേ? How can you be born of water? അത് തന്നെയാ തിരിച്ചു ചോദിക്കുന്നേ. കർത്താവ് കയ്യിലെടുത്ത അപ്പമല്ലേ? കർത്താവ് പറഞ്ഞു ഇതെന്റെ ശരീരമല്ലേ? അപ്പം എങ്ങനെ ശരീരമാകുന്നേ? Jesus took his bread in his hand and he said, this is my body. How can be his body, this bread be his body? അപ്പം എങ്ങനെ ശരീരമാകുന്നേ? How can the bread become his അപ്പം അപ്പമല്ലേ? bread is bread. അപ്പം അപ്പമാണ്. Bread is bread. അതാണ് യാഥാർത്ഥ്യത്തിന്റെ ലോകം. That's the reality. എന്നാൽ ആത്മീയത അതല്ല. But in the spiritual world, അതിനകത്ത് സംഭവിക്കുന്ന രഹസ്യം കാണാത്തവൻ പറയും അപ്പോ അപ്പമാണ്. something happens behind it. എന്നാൽ ആ രഹസ്യം കാണുന്നവൻ പറയും അപ്പോ അപ്പോ അല്ല. One who sees the mystery behind അപ്പം it, കർത്താവിന്റെ ശരീരമാണ്. he will say the bread is his body. അതേപോലെ തന്നെയാണ്. Exactly in a similar way. ആ വെള്ളത്തിൽ വീണ്ടും ജനിക്കുമോ? How can be born of water? വെള്ളത്താൽ വീണ്ടും ജനിക്കും. Yes, you can ഇത് be born ഈശോ of water. പറഞ്ഞതാ. Jesus said it. ഇത് ഈശോ പറഞ്ഞു. Jesus said it. അപ്പോസ്തലന്മാർ പറഞ്ഞു. Apostles, സഭയുടെ പ്രബോധനം നമ്മെ ഇതാ പഠിപ്പിച്ചേ. the church is ഇങ്ങനെ വീണ്ടും ജനിച്ചവരാണ് നിങ്ങൾ. you are like that, likewise അങ്ങനെ born വീണ്ടും again. ജനിക്കുമോ? Yes. Yes. അപ്പൊ അവിടെ സാക്ഷി വരുവാ. So 3 testifies അപ്പൊ that. ബുദ്ധിമുട്ടുള്ളത് ഇങ്ങനെ ഞാൻ വീണ്ടും ജനിക്കുമെന്ന് വിശ്വസിക്കാനാ. The difficulty is how to believe that I have been born by like this. അപ്പൊ ആ മിസ്റ്റിക്കൽ ഫാക്ടർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് So remove that mystical factor. ഞാൻ വിശ്വസിച്ചു ഞാൻ വീണ്ടും ജനിച്ചു. അത് ഭയങ്കര എളുപ്പമാണ്. It's easy to say, oh, I believed and I have been born again. ആ മിസ്റ്റിസിസം നമ്മൾ എടുത്തു കളഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിറ്റി ഇല്ല. If it remove the mystic factor, there is no Christianity in it. ഞാൻ പറയുന്നത് ഇതൊരു മിസ്റ്റിക്കൽ റിലീജിയൻ ആണെന്നൊന്നും അല്ല. It's not. I'm not conveying that it's a mystical religion. No. There is mysticism in this religion. Hallelujah. ഇതിന്റെ അകത്ത് മാർമിക സത്യമുണ്ട്. ഇതിനകത്ത് മാർമികതകളുണ്ട്. There are mystic factors inside it. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എനിക്കൊരു രഹസ്യം മനസ്സിലായി. That's why Paul says, I knew a mystery. മിസ്റ്റീരിയോൺ, I got a mysterion എന്നാ It പറയുന്നത്. was revealed to me. എനിക്ക് അൺവെയിൽ ചെയ്ത് കിട്ടി. It was unveiled to me. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് 2020-21 ബുദ്ധി വെച്ചിട്ട് അളക്കുക. വെള്ളം ജനനം. Don't go according to the world ways. വെള്ളത്താൽ എങ്ങനെ? യെസ്, വെള്ളത്താലാ ജനനം. How can be born of water? Yes, you can be born of water. കർത്താവ് വെള്ളത്താൽ ജനിക്കുമെന്ന് പറഞ്ഞാൽ Jesus, when he said he will be born of water, ആ വെള്ളത്തെ വചനമാക്കിയിട്ട് you cannot make that water as വചനത്താലാ ജനനം word. എന്ന് പറയേണ്ട ഗതികേടിന്റെ ആവശ്യമില്ല. No, you cannot make that water as word and say it. വെള്ളത്താലാ ജനനം എന്ന് പറഞ്ഞാൽ വെള്ളത്താലാ ജനനം എന്ന് പറഞ്ഞോണം. If he says he's born of water, he's born കാരണം of സാക്ഷ്യം water. പറയാൻ വരുന്ന വചനമല്ല, വെള്ളമാണ്. The one who comes testified, it is water, not word. വെളിപ്പാട് പുസ്തകത്തിൽ സാക്ഷ്യമുണ്ട്. In the Revelation, book of Revelation, there's also അവിടെ വെള്ളമാണ്. it's same water is there. ഉൽപ്പത്തി തുടങ്ങിയതാ വെള്ളം. Started in Genesis 1:1. വെള്ളം ആത്മാവ്, വെള്ളം ആത്മാവ്, വെള്ളം Water and spirit. ഹല്ലേലൂയ. Hallelujah. നോഹയുടെ കാലത്ത് വെള്ളം ആത്മാവ്. In the time of Noah, spirit and water. നോക്കിയോ ഫുള്ള് ഇതാ ആനോക്കിന്റെ കാലത്ത് വെള്ളം ആത്മാവ്. In the time of Enoch, the same thing, spirit, water. ഇത് നമുക്ക് കാണാം. അബ്രഹാമിന്റെ കാലത്ത് വെള്ളം ആത്മാവ്. In the time of Abraham, you find the same connection. ജഡ്ജസിന്റെ കാലത്ത് വെള്ളം ആത്മാവ്. In the time of Judges, same connection. ഈശോ വന്നിട്ട് അതേ ബാക്ക്ഡ്രോപ്പ് ചെയ്യുന്നോണ്ട് പറയുകയാണ്, വെള്ളത്തിൽ ഈശോ ഇറങ്ങി നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ ഇറങ്ങി. Jesus comes and stands in that water, the Holy Spirit descending now. Water and spirit. വെള്ളത്തിന്റെ മേൽ അന്ന് റൂഹ ഇറങ്ങി വരുന്നു. ഏദനിൽ The Holy സൃഷ്ടിപ്പിന് Spirit. മുമ്പ് In the Eden അതേ garden, റൂഹ വെള്ളത്തിൽ ഇറങ്ങി the വരും. same Holy Spirit descended down on Jesus. അവിടെ ഒരു ആദം പുറത്തു വരുന്നു. ഇവിടെ ഇതാ ഒടുക്കത്തെ ആദം പുറത്തു വരുന്നു. In the Genesis, the first Adam came out. Here, the second Adam comes out. അവിടെ ഒരു പുറപ്പാട് വരുന്നു. ഇവിടെ ഇതാ വീണ്ടും There's ഒരു one പുറപ്പാട്. Exodus in the Old Testament. Now this New Testament. Same Jordan. Same Jordan. Same 12 tribes. 12 ഗോത്രങ്ങൾ. അതേ 12 stones, 12 tribes, 12 disciples, 12 elders. 12 കല്ലുകൾ, 12 ഗോത്രങ്ങൾ, 12 ശിഷ്യന്മാർ. 12 plus 12, 24 elders. 24 മൂപ്പന്മാർ. They're in heaven. സ്വർഗ്ഗത്തിലിരിക്കുന്നു. ഇന്ന് ഈ 3 സാക്ഷ്യം നിങ്ങളുടെ വീട്ടിൽ സജീവമാണ്. Hallelujah. The 3 who testifies is right Yes, now yes. active 3 in your house. testimonies are active.
Hallelujah. Through that testimony you can overcome the world. ഈ മൂന്ന് സാക്ഷ്യങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. You can overcome the world. ഇതൊന്ന് വിശ്വസിക്കുക. If you believe this, എന്നതാ വിശ്വസിക്കണ്ടേ? what do you have to believe? ഇങ്ങോട്ട് നോക്ക്. എന്നതാ വിശ്വസിക്കണ്ടേ? What you have to believe? എന്നാ വിശ്വസിക്കുക? ഇത് മൂന്നും ഒന്ന് വിശ്വസിക്കുക. Believe these three. ഞാൻ പോകുന്നിടത്തെല്ലാം Wherever I go, സാക്ഷ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവുണ്ട്. the Holy Spirit testifying there. സാക്ഷ്യപ്പെടുന്ന പരിശുദ്ധാത്മാവുണ്ട്. There is a testifying spirit there. സാക്ഷ്യപ്പെടുന്ന ജലമുണ്ട്. There is a testifying water there. ആദാമ്യ പാപത്തിന്റെ കറയില്ലാത്തവനായി ഇവൻ തൊട്ടുപോകരുത് ഇവനെ എന്ന് പിശാചിനോടും ലോകത്തോടും സകലത്തോടും പറയുന്ന വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ട്. The water which says he has been freed from the Adamic sin, don't touch him. അതാണ് മാമോദീസയുടെ മുദ്ര. And that is the sign. 333-ാമത്തെ പേജ്. അത് മുഴുവൻ വിശദീകരിക്കാൻ സമയമില്ല, അത് വായിക്കണ ഒത്തിരി സമയം എടുക്കാം. അതുകൊണ്ടാണ് ഞാനത് വായിക്കാത്തത്. അവിടെ മാമോദീസയെ വിളിച്ചിരിക്കുന്ന മുദ്ര എന്നാണ്. Describing baptism as a സീലാണ്, ഒരു സൈൻ ആണത്. സൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. seal or a sign. നിങ്ങൾ ഇത് ദിവ്യരഹസ്യത്തിന്റെ ആഘോഷം, അതായത് 317-ാമത്തെ പേജിൽ 1234-ാമത്തെ ഖണ്ഡിക എടുത്തു നോക്കുക. 317, page 317. അവിടെ ഇത് വിശദീകരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. മാമോദീസയിലൂടെ കൃപാവരം എന്ന ഭാഗം, അതായത് 314 മുതൽ ഉള്ള അധ്യായങ്ങൾ വായിച്ചു നോക്കുക. How beautifully this sacrament is explained in the Catechism of the Catholic Church. Hallelujah. 314 പേജ് തൊട്ട്. മാമോദീസ പാപത്തിൽ നിന്നും അവന്റെ പ്രേരകനായ സാത്താനിൽ നിന്നുള്ള വിമോചനത്തെയാണ് സൂചിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് പിശാച് ബഹിഷ്കരണത്തിന്റെ വാക്യങ്ങൾ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമോ ആർത്തിയുടെ മേൽ ഉത്തരിച്ചുകൊണ്ട് തുടർന്ന് കാർമികൻ സ്ഥാനാർത്ഥികൾക്കുള്ള തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, അല്ലെങ്കിൽ അവന്റെ മേൽ കൈവെക്കുന്നു. ആർത്തി സാത്താനെ വ്യക്തമായി തള്ളിപ്പറയുന്നു. അവന്റെ മേൽ അങ്ങനെ ഒരുക്കമുള്ളവനായി സഭയുടെ വിശ്വാസം ഏറ്റുപറയാൻ അവന് കഴിയുന്നു. ആ വിശ്വാസം മാമോദീസ വഴിയായി അവനിൽ ഭരമേൽപ്പിക്കപ്പെട്ടതാണ്. അപ്പൊ അവിടെയാണ് ഇത് വിശ്വാസം ഉണ്ടാകാൻ ഒരു വിശ്വാസത്തിന്റെ ഗ്രൗണ്ട് വേണം. In order to have faith, you need a ground for that faith. ആ വിശ്വാസത്തിന്റെ ഗ്രൗണ്ടിൽ നിന്ന് മാത്രമേ വിശ്വാസം ഉണ്ടാകൂ. Out of that ground only the faith comes out. ആ വിശ്വാസം എന്നതാ? What is that faith? വിശ്വാസം എന്ന് പറയുന്നത് ഇതാണ്. സാക്ഷ്യം പറയുന്ന മൂവരാണ്. The three people are testifying it. മനുഷ്യന്റെ സാക്ഷ്യത്തിന് ഇത്ര ശക്തി ചോദിക്കുക എവിടെ? The testimony of man is so powerful. How much more? How much more the testimony of God? എന്നാ ദൈവത്തിന്റെ സാക്ഷ്യം? What is the testimony of God? ഒന്നോടത്തെല്ലാം പറയുക ജലത്താലുള്ള സാക്ഷ്യം. Wherever he goes, he said രക്തത്താലുള്ള സാക്ഷ്യം. testimony by blood. ആത്മാവിനാലുള്ള സാക്ഷ്യം. Also by the spirit. ഈ സാക്ഷ്യം ധാരാളം മതി. These three testimonies enough. You will be an overcomer. അയ്യോ, നിങ്ങൾ എവിടെ പോയാലും ജയാളിയായിട്ട് പോകും. തുറന്ന് സ്തുതിക്കാൻ തുടങ്ങിക്കോ. Hallelujah. Start rejoicing. തുറന്ന് സ്തുതിക്കാൻ തുടങ്ങിക്കോ. Start rejoicing in എന്റെ സഹോദരങ്ങളെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് സജീവമാണ്. These three testimony are active in you. അടുത്ത മണിക്കൂറിൽ പോകാൻ പോകുന്നത് ഏത് മരുഭൂമിയിലൂടെയാണെങ്കിലും നിങ്ങൾ തിരികെ വരും. Whatever difficult wilderness experience you are going through, you will come out victorious from there. കാരണം ഈ മൂന്ന് സാക്ഷ്യം സജീവമാണ്. Because these three testimonies are active in your life. ജലത്താലുള്ള സാക്ഷ്യം എന്റെ ജീവിതത്തിൽ ഉണരുന്നു എന്ന് വിശ്വസിക്കുന്നവർ നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറയുക. Hallelujah. Those who believe that the testimony by the water is coming active in my life. രക്തത്താലുള്ള സാക്ഷ്യം എന്റെ ജീവിതത്തിൽ ഉണരുന്നു എന്ന് പറയുന്നവർ നെഞ്ചോട് കൈ ചേർത്ത് വെക്കുക. Those who believe that testimony by the blood is active. ആത്മാവിനാലുള്ള സാക്ഷ്യം എന്നിൽ ഉണരുന്നു എന്ന് പറയുന്നവർ നെഞ്ചോട് കൈ ചേർത്ത്. By the testimony of the spirit. വിളിച്ചു പറയുക ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ചു തുടങ്ങുക, അഭിഷേകത്തിൽ നിറയുക. പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് തന്നെ വീടുകളിലേക്ക് സാക്ഷ്യം ഉണരട്ടെ. നിക്കക്കളിയില്ലാതെ ഭവനങ്ങളിൽ നിന്ന് ഇറക്കപ്പെടേണ്ടിയ ഘട്ടങ്ങളിൽ നിൽക്കുന്നവരുണ്ട്. ഈ സാക്ഷ്യ നിമിത്തം അവർ ജയാളികളായിട്ട് അയൽവക്കങ്ങളുടെ നടുവിൽ ജയാളികളായിട്ട് നിൽക്കട്ടെ. ആ ഓഫീസിൽ ജയാളിയായി നിൽക്കട്ടെ. ആ രാജ്യത്തിൽ ജയാളിയായി നിൽക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അഭിഷേകം ഇറങ്ങട്ടെ കർത്താവേ. പറഞ്ഞുകൊണ്ടിരിക്കുക right now. ഇപ്പോൾ ടെസ്റ്റിമണി പറഞ്ഞുകൊണ്ടിരിക്കുക. The testimony is speaking. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം പറഞ്ഞു. The Holy Spirit testifying. രക്തത്താലുള്ള സാക്ഷ്യം പറഞ്ഞു. The blood is testifying. ആത്മാവിനാലുള്ള സാക്ഷ്യം പറഞ്ഞു. The water is testifying. വിളിച്ചു പറയുകയാണ്. Speak out. ഇവൻ എന്റേതാണ്.
He is mine. ഇവൻ എന്റെ മാത്രമാണ്. He is mine alone. ഇവനെ ഞാൻ I ശുദ്ധീകരിച്ചതാണ്. have purified it. എന്റെ രക്തം കൊണ്ട് ഞാൻ I have ശുദ്ധീകരിച്ചു. sanctified him by my എന്റെ blood. വെള്ളത്താൽ ഞാൻ ഇവനെ By കഴുകി. the water I have washed എന്റെ him. ആത്മാവിനാൽ ഞാൻ ഇവനെ മുദ്രയിട്ടു. I have been sealed him with my ഇവന്റെ മേൽ spirit. മാമോദീസയുടെ മുദ്രയുണ്ട്. He has been sealed by the ഉദാശ baptism. ജീവിതത്തിലൂടെ ഇവൻ All the കർത്താവിലേക്കുള്ള യാത്ര. sacraments he has come into the Lord. ഹല്ലേലൂയ. Hallelujah. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ 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 Hallelujah. ഹല്ലേലൂയ ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവേ ഈ സാക്ഷ്യ നിമിത്തമുള്ള അത്ഭുത സൗഖ്യങ്ങൾ ഭവനങ്ങളിലേക്ക് ഉണ്ടാവട്ടെ. The miracles ഈ happen in the സാക്ഷ്യ houses because of the കടഭാരത്തിന്റെ testifying. മതിലുകൾ ഇടിയട്ടെ, തോൽവികൾ മാറിപ്പോട്ടെ, Yes, Lord. പരാജയങ്ങൾ അപ്രത്യക്ഷമാവട്ടെ. Yes, Lord. യേശുവിന്റെ നാമത്തില് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പെട്ടെന്ന് 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 പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് സോബ്രദർ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഏകമനസ്സോടെ പ്രാർത്ഥിക്കാം. ശക്തമായ പ്രാർത്ഥനയിൽ നമുക്ക് കൈകോർക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ പ്രാർത്ഥിക്കാം. ജേക്കബ് സെബാസ്റ്റ്യൻ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന്റെ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ ജേക്കബ് സെബാസ്റ്റ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെസി ജെയിംസ് കിഡ്നി ഫെയിലിയർ ആയ ജെസി ജെയിംസിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈനി കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുന്നു. ഷൈനിയുടെ തലയിൽ ചെറിയൊരു ട്യൂമർ യേശുവിന്റെ നാമത്തിൽ ഷൈനിയുടെ തലയിൽ നിന്ന് ഷൈനി ആ തലയിലോട്ട് കൈവെക്കട്ടെ. കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ ഏക ആത്മാവിൽ യോജിക്കുന്നു. ആത്മാവിന്റെ സാക്ഷ്യം, രക്തത്തിന്റെ സാക്ഷ്യം, വെള്ളത്തിന്റെ സാക്ഷ്യം സജീവമായി ഷൈനിയുടെ മേൽ ഇപ്പോൾ വ്യാപിക്കട്ടെ. ആ ട്യൂമർ ഈ സമയത്ത് ഇപ്പം അപ്രത്യക്ഷമാവട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ 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 ആമേൻ. ബിന്ദു ബിജു ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടായിരിക്കുന്നു. പോൾ ചെറിയ ബെഡ് റിഡനായിട്ട് കുറെ വർഷങ്ങളായിരിക്കുന്നു. പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ കേസ് സൗദി അറേബ്യയിലുള്ള അനിൽ വർഗീസിന്റെ അനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിൽ വർഗീസിന്റെ മദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിലിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജിക്ക് സ്പൈനൽ കോഡ് ഇഷ്യൂ ആയിട്ടിരിക്കുന്നു. സ്പൈനൽ കോഡ് പ്രശ്നമായിരിക്കും. സജിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുകെയിലുള്ള ജീവൻ വാക്കിംഗ് ഡിസബിലിറ്റി ആയിരിക്കും. വാക്കിംഗ് ഡിസബിലിറ്റി യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യം കേട്ട് സടകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ ഇപ്പോൾ. കുഞ്ഞുമോൻ ഐസൈറ്റ് ഇഷ്യൂസിനാൽ ഭാരപ്പെടുന്ന കുഞ്ഞുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിൽവിയുടെ ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഡോക്യുമെന്റ് ലോസ് ആയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ഫൈൻഡ് ചെയ്യപ്പെടട്ടെ. ആമേൻ. സുധാകുറുപ്പിന്റെ ഫാമിലി ബ്ലെസ്സിംഗ് ഹെൽത്ത് ഇഷ്യൂ യേശുവിന്റെ നാമത്തിൽ സുധാകുറുപ്പ് ഒരു അനുഗ്രഹമാവട്ടെ. ഹല്ലേലൂയ. പ്രഭയ്ക്ക് കുറെ നാളെ പ്രഭ റിക്വസ്റ്റ് അയക്കുന്നു. പുള്ളിക്കാരുടെ യൂട്രസിൽ ഒരു ട്യൂമർ ഉണ്ട്. അത് കാരണം കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല. ട്യൂമർ ഇതുവരെ മാറിയിട്ടില്ല. ഹല്ലേലൂയ. ഈ സമയത്ത് പ്രഭ വയറിലേക്ക് കൈ അമർത്തി വെക്കുക. കർത്താവേ, പ്രഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ഏക ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പുരുഷിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ പ്രഭയെ ശുദ്ധീകരിക്കണമേ, സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. ജോർജ് ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗ്സ് ഉണ്ട് റിക്വസ്റ്റ് ചെയ്തു. യേശുവിന്റെ നാമത്തിൽ ജോർജിന്റെ സമ്പത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. നമ്മുടെ മാത്യു ജോസഫ് കോവിഡ് ന്യൂമോണിയയ്ക്ക് വളരെ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. മാത്യു ജോസഫ് ബ്രദർ കോവിഡ്-19 ന്യൂമോണിയയുടെ പിടിയിൽ നിന്ന് സുഖമായതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ധാരാളം വ്യക്തികൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ വേണ്ടി, വസ്തുവിന്റെ വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ധാരാളം ക്യാൻസർ പേഷ്യൻസ് റിക്വസ്റ്റ്. ക്യാൻസർ പേഷ്യന്റ്, അതുപോലെ തന്നെ കോവിഡ്-19 ഭാരതാലായിരിക്കുന്ന മക്കളെ വിക്ടിംസ് ആയിരിക്കും എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രസന്നയുടെ മകളുടെ ജോലി, പ്രിയ യുകെയിലുള്ള പ്രിയയുടെ ജോലി നഷ്ടപ്പെട്ടു. പ്രിയയുടെ ജോലി യേശുവിൻ നാമത്തിൽ റീഎസ്റ്റാബ്ലിഷ് ആവട്ടെ. ഹല്ലേലൂയ. അതുപോലെ ആനി തോമസിന്റെ 2 കുഞ്ഞുങ്ങള് അവരുടെ സ്വഭാവത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ആ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും വേണം. ആനിയെ ഈ സമയത്ത് വിശ്വസിക്കുക. ജലത്തിന്റെയും രക്തത്തിന്റെയും ആത്മാവിന്റെയും സാക്ഷ്യം ആനിയുടെ മക്കളുടെ മേൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങൾ കൽപ്പിക്കും. അതുപോലെ തോംസൺ മെന്റൽ ഇൽനെസ് ആയിട്ട് ആയിരിക്കുന്നു. കൽപ്പിച്ചു യേശുവിന്റെ നാമത്തിൽ. തോമസിന് മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ശക്തി ഇറങ്ങട്ടെ. രക്തത്തിന്റെയും വെള്ളത്തിന്റെയും ആത്മാവിന്റെ സാക്ഷി ഇറങ്ങട്ടെ. ഷെർലി ജോസഫ് ഫ്രോസൺ നീ ആൻഡ് റൊമാറ്റിസം. ഫ്രോസൺ നീ റിലീസ് ആവട്ടെ, ഫ്രീ ആവട്ടെ. ഹല്ലേലൂയ. സോണിയ ജോർജ് അഗൈൻ റൊമാറ്റിസം 15 വർഷമായിട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ രക്തത്തിന്റെയും വെള്ളത്തിന്റെയും ആത്മാവിന്റെ സാക്ഷ്യം റുമാറ്റിസം ഫ്രീ ആവട്ടെ. യേശുവിന്റെ നാമം. വിപിൻ കോവിഡ്-19 ഹല്ലേലൂയ. കോവിഡ്-19 വിക്തമാവട്ടെ. മിനി സാബു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന്റെ പ്രയർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ പുതിയ വഴികൾ തുറക്കട്ടെ, ഓപ്പർച്യൂണിറ്റീസ് തുറക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. അതുപോലെ മാസ്ക്രീൻ ഫുഡ് പോയിസൺ ആയിട്ട് ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ സൗഖ്യം അവിടെ ഇറങ്ങട്ടെ. മുംബൈയിൽ നിന്ന് ഷീജ പ്രയർ റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു. ഫൈബ്രോയിഡ് ആൻഡ് യൂട്രസുള്ള ഫൈബ്രോയിഡ് മാറാൻ വേണ്ടി. ഷീജ ഫ്രം മുംബൈ. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നതിലുപരിയായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ എഴുതിയത് ഇന്ന് കമന്റ് ബോക്സിലൂടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഈ മെസ്സേജ് കേൾക്കാൻ പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാര് എല്ലാരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
ഇന്ന് ഇതിൽ പ്രാർത്ഥനാപേക്ഷ നടത്തിയ മക്കള് കർത്താവെ എഴുതി കമന്റ് ബോക്സിൽ പ്രാർത്ഥന എഴുതിയിട്ട് വായിക്കാതെ പോയവര്, ഇത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നവര്, ഇത് കഴിഞ്ഞ് കാണാൻ പോകുന്നവർ, എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെയും രക്തത്തിന്റെയും ജലത്തിന്റെയും സാക്ഷ്യം ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ മുതൽ ഇങ്ങോട്ട് സകല വിശുദ്ധരുടെയും ജീവിതത്തിലുള്ള ഈ 3 വിറ്റ്നസിന്റെ സാക്ഷ്യം ഇന്നു മുതൽ ഈ മക്കളുടെ മേൽ എന്നും എന്നേക്കും സജീവമാവട്ടെ. പ്രത്യേകിച്ച് ലൈവായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവര്, ടൈം സോണിന്റെ വ്യത്യസ്തത കൊണ്ട് ഇപ്പോൾ പങ്കെടുക്കാൻ കഴിയാതെ പിന്നീട് പങ്കെടുക്കാൻ പോകുന്നവർ എല്ലാവരെയും ഈ വചനത്തിന്റെ ആശീർവാദത്താൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തുവേ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ഞങ്ങളുടെ ഇടയിൽ പാർത്തു. അതിന് മുഴുവൻ ഐശ്വര്യം എല്ലാ മക്കളിലും വരട്ടെ. കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ പ്രഖ്യാപനത്തിന്റെ വാക്കുകൾ ഏറ്റുചൊല്ല. യേശു എനിക്ക് വേണ്ടി, യേശു എനിക്ക് വേണ്ടി സകലവും സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തെ സ്വീകരിച്ചപ്പോ ഞാൻ ലോകത്തെ ജയിച്ചവനും ദൈവത്തിന്റെ മകനുമായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാൻ, പരിപൂർണനുമായി തീർന്നു. ഞാൻ വിശുദ്ധനായതല്ല, എന്റെ കർത്താവിനെ വിശുദ്ധീകരിച്ചതാണ്. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്. എന്റെ രോഗമത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. എനിക്ക് ജീവന്റെ സമൃദ്ധിയും ദിവ്യമായ ആരോഗ്യമുണ്ട്. ദാരിദ്ര്യത്തിന്റെ എല്ലാ ശാപവും യേശു ചുമന്നതാ. യേശുവിൽ ഞാൻ സമ്പന്നനാണ്. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളെ അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കാൻ യേശു എന്നെ നിയമിച്ചിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാനും ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, മരിച്ചുപോയവരെ ഉയർപ്പിപ്പാൻ, ഇങ്ങനെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾക്ക്, വിവിധ വീര്യപ്രവൃത്തികൾക്കുമായി യേശു എന്നെ അധികാരപ്പെടുത്തി. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയാണ്. പരിശുദ്ധ മാതാവിനോട് ചേർന്ന്, സ്വർഗീയ മാലാഖമാരോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളുടെ വിശ്വാസത്തോട് ചേർന്ന്, പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന്, മേൽപ്പെട്ടക്കാൽ നിക്ഷിപ്തമാക്കിയ അധികാരത്തോട് ചേർന്ന്, സഭയാം ശരീരത്തിന്റെ സർവ്വ ഐശ്വര്യത്തോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച എല്ലാവർക്കും നേരുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഇന്നും എന്നേക്കും വാഴുമാറാകട്ടെ. ആമേൻ. ശംശിയാക്ക് സ്തുതിയായിരിക്കട്ടെ. 3 പേർ സാക്ഷ്യത്തിനായി സജീവമാണ് നമ്മിൽ തന്നെ. 1 ആത്മാവാണ്, 2 രക്തമാണ്, 3 വെള്ളമാണ്. പോകുന്നിടത്തെല്ലാം ഇവരുടെ സാക്ഷ്യത്തെ ഉറപ്പിക്കുക. ആ സാക്ഷ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്ന ലോകത്തെ ജയിച്ചവരുടെ സംഘത്തിൽ കയറിപ്പറ്റി ജയാളികളായിട്ട് മുമ്പോട്ട് പോവുക. ഒരു ബ്ലെസ്സഡ് വീക്ക് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. കർത്താവിന്റെ അനുഗ്രഹത്തിൽ 2021 ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. 1, നിരന്തരം ഈ മെസ്സേജുകൾ കേൾക്കുവാൻ ഇപ്പോൾ തന്നെ നമ്പർ അയച്ചു കൊടുക്കുക. 8589039039 8589039039 നമ്പറിലേക്ക് നമ്പർ അയച്ചു കൊടുക്കുക. കൃപയുടെ നേരം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ സ്ക്രീനിന്റെ മേളിൽ കാണുന്ന 9847389389 ഫോൺ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക, സേവ് ചെയ്യുക. ആ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുക. പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുവാൻ വേണ്ടി 9847389389 ആ വിഷയങ്ങൾ എഴുതുക. അത് ഞാനാണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം എന്ത് ചെയ്യും, ചില മെസ്സേജസ് ഒക്കെ മിസ്സായേക്കാം. അപ്പൊ നിരന്തരമായിട്ട് അയച്ചുകൊണ്ടിരിക്കണം. 100 കണക്കിന് ഇപ്പൊ ഈ 2 മണിക്കൂറത്തെ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 100 കണക്കിന് മെസ്സേജസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ അത് സ്ക്രോൾ ചെയ്തെല്ലാം ഒന്ന് പെട്ടെന്ന് വായിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇച്ചിരി ക്ഷമ കാണിക്കണം എന്നോട്, ഇച്ചിരി ദയ കാണിക്കണം എന്നോട്. തുടർമാനമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇടവരട്ടെ. അങ്ങനെ ക്രിസ്തുവിൽ വളരുവാൻ ഇടവരട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ക്ലാസ്സുകൾ വളരെ അനുഗ്രഹീതമായി പോകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2 പാരഗ്രാഫ് പഠിച്ച 1-ാം അധ്യായത്തിന് 2 പാരഗ്രാഫ് പഠിച്ചപ്പോൾ തന്നെ ഒരുപാട് കർത്താവ് ഹൃദയങ്ങളെ തുറന്ന് നിരന്തരമായിട്ട് അത് പഠിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു ഗ്രൂപ്പ് സജീവമായിരിക്കുന്നു.
നിങ്ങൾക്കും അതിൽ ഇനിയും ഭാഗവാക്കാകുവാൻ അവസരമുണ്ട്. 8589039039 നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ സൂമിൽ പങ്കെടുക്കുവാൻ വേണ്ടി അതിന്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരും ഒരുമിക്കുകയാണ് സൂം ലൈവില്. ആ സൂം ID ലിങ്ക് ഒക്കെ വേണ്ടി നിങ്ങൾക്ക് ഏത് ഇൻഫർമേഷനും 8589039039 നമ്പറിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മേലുള്ള 9847389389 നമ്പർ ഉപയോഗിക്കുക. ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സജിൽ ജോസഫ് ഒഫീഷ്യൽ പേജ് യൂട്യൂബിൽ ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. ഒരുമിച്ച് നമുക്ക് കർത്താവിൽ വളരാം. കർത്താവിന്റെ അഭിഷേകം നമ്മോടുകൂടെ. സാക്ഷ്യം പറയുന്നത് മൂവരാണ്, ആത്മാവ്, ജലം, രക്തം. മൂവരുടെയും സാക്ഷ്യം ഒന്നാണ്, നിങ്ങൾ ലോകത്തെ ജയിച്ചവരാണ്. താങ്ക് യു.